ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അല്ലദീ അൻഅമ അലൈനാ ബിൽ ഈമാനി വഹദാനാ ഇലാ ദീനിൽ ഇസ്ലാം വല്ലദീ ഹദാനാ ലിഹാദാ വമാ കുന്നാ ലിനഹ്തദിയ ലൗലാ അൻ ഹദാനല്ലാഹ്. അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം വബാരിക് അലാ സയ്യിദിനാ വശഫീഇനാ മുഹമ്മദിൻ സ്വല്ലല്ലാഹു വസല്ലമ വബാറക അലൈഹി വഅലാ ആലിഹി وصحابه والذين اتبعوهم بإحسان وعلى مشايخنا وأساتذتنا وعلينا وعلى ذوينا وأحبابنا وسائر المؤمنين. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي ولا حول ولا قوة إلا بالله العلي العظيم. പിന്നെ ഇനി നമ്മൾ 7 മുത്തവാലിയായ ആയത്ത് കൊണ്ടുവരണം എന്നാണല്ലോ പറഞ്ഞത്. എന്നിട്ട് മുത്തവാലിയായ ആയത്ത് അറിയെങ്കിലും മുത്തഫർരിഖത്തായ ആയത്ത് മതി എന്ന് പറഞ്ഞു. കമാഫി ഖലാഇ റമളാന വലി ഹുസൂലിൽ മഖ്സൂദി. ഇനി 7 ആയത്ത് അറിയില്ലെങ്കിലോ അതഞ്ഞ് മസല പറയുന്നത്. വലോ അഹ്സന ആയത്തൻ ഔ അക്സറ മിനൽ ഫാത്തിഹത്തി. ഫാത്തിഹയിൽ നിന്ന്, നേരത്തെ പറഞ്ഞ ഫാത്തിഹ തീരെ അറിയില്ല, ഇനി ഫാത്തിഹയിൽ നിന്ന് ഒരായത്തോ ഒന്നിലധികം ആയത്തോ അറിയാം. എന്നാ അത്താബിഹി ബി മഹല്ലിഹിന്നോ. അപ്പോൾ അതുപോലെ തന്നെ ഫാത്തിഹ അല്ലാത്തതിൽ നിന്ന് 7 ആയത്തിനേക്കാൾ ചുരുങ്ങിയതറിയുമെങ്കിൽ അപ്പോൾ അതെന്ത് ചെയ്യണം എന്നാവും പറയുന്നുണ്ട്. അപ്പോൾ ലോ അഹ്സന ആയത്തൻ ഒരായത്തറിയും എന്നുണ്ടെങ്കിൽ എന്ന് പറഞ്ഞാൽ അപ്പോൾ ഒരു പൂർണ്ണമായ ആയത്തറിയണം. അപ്പോൾ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നറിയുന്ന ആളാണെങ്കിൽ അതിപ്പോൾ ആയത്താണല്ലോ, അത് കൊണ്ടുവരണം. ശേഷം പറയുന്നുണ്ട് ബഅദുൽ-ആയത്ത് പരിഗണിക്കൂലെന്ന്. അപ്പോൾ ഒരുത്തന് ബിസ്മി അറിയാം, അൽഹംദുലില്ലാ എന്ന് അറിയാം. അപ്പോൾ ആ പൂർണ്ണമായ ആയത്തെ കൊണ്ടുവരേണ്ടതുള്ളൂ. പിന്നെ അത്താബിഹി ഫി മഹല്ലിഹി, അറിയുന്നതിന് അവൻ കൊണ്ടുവരണം. ഫി മഹല്ലിഹി, അതിൻ്റെ മഹല്ലിൽ കൊണ്ടുവരണം. അത് ബിഹി എന്ന് പറഞ്ഞാൽ മാ അഹ്സനഹു എന്ന് പറഞ്ഞാൽ ആ ഫാത്തിഹയിൽ നിന്ന് അറിയുന്ന ഒന്ന് എന്നുള്ള ഒരു മായിലേക്ക് മടക്കുക. ആയത്തോ അക്സറോ അതിനെ ആമാക്കിയിട്ട് ഒരു മാ എന്ന് പറയാലോ, ഒന്നിൻ്റെ മഹല്ലിൽ കൊണ്ടുവരണം. എന്നിട്ട് അതിൻ്റെ പകരമുള്ളതിൻ്റെ ബാക്കിയും കൊണ്ടുവരണം. അതാ വബി ബദലിൽ ബാക്കി, ആ ബാക്കിയുള്ളതെന്ന് പറഞ്ഞാൽ അറിയാത്ത അതിന് ബദലും കൊണ്ടുവരണം. മിനൽ ഖുർആനി, ആ ബദൽ ഖുർആനെന്ന് കൊണ്ടുവരണം. ഖുർആനിന് മറ്റായത്ത് അറിയുമെങ്കിൽ ആയത്ത് തന്നെ ഓതണമല്ലോ. അതറിയില്ലെങ്കിൽ പിന്നെ എന്താണ് അതിൻ്റെ ബദലായ ദിക്ർ ചൊല്ലണം. അങ്ങനെയാണ് ഫൈൻഖാനൽ അവ്വല. അപ്പോൾ ആ മഹല്ല് തുടക്കമാണെങ്കിൽ, അറിയുന്നതിൻ്റെ മഹല്ല് തുടക്കമാണ്. ഇപ്പോൾ ബിസ്മിയാണ് അറിയുന്നത്, അങ്ങനെ ഖദ്ദമഹു അതിനെ മുന്തിക്കണം. ആ മാ അഹ്സന എന്ന് പറഞ്ഞാൽ അതിനെ മുന്തിക്കണം. അലൽ ബദലി, ബദലിനേക്കാൾ മുന്തിക്കണം. അപ്പോൾ ബിഹി ഫി മഹല്ലിഹി ഖദ്ദമഹു എന്നൊക്കെ പറഞ്ഞത് ഇവിടെ സിയാക്കുന്ന അറിയപ്പെട്ട ഒരു മാ അഹ്സന, അതിലേക്ക് നമ്മൾ ലമീർ നടക്കുന്നത്. അല്ല കിതാബിൽ മാ അഹ്സന പറഞ്ഞിട്ടില്ലല്ലോ. ഇവിടെ അഹ്സന ആയത്തന്നെ വക്തറാന്നല്ലേ പറഞ്ഞുള്ളൂ. ആയത്തിലേക്ക് ലമീർ കൊടുക്കാൻ കഴിയൂലല്ലോ, അത് മുഅന്നസല്ലേ, ഇത് മുദക്കറല്ലേ. ഇനി അവിൽ ആഹിറ, അല്ലെങ്കിൽ ആ മഹൽ ആഹിറാണെങ്കിൽ, ഫൈൻഖാനൽ അവ്വല എന്ന് പറഞ്ഞാൽ അവലിൻ്റെ മേലെ എത്തുമ്പോൾ ഇനി ആഹിറാണെങ്കിൽ അവസാനാണ്. ഖദ്ദമൽ ബദല അലൈഹി, ഈ ബദലിനെ എന്താക്കണം, ആ മാഹ്സനേക്കാൾ മുന്തിക്കണം. അറിയുന്ന ഒന്നിൻ്റെ മഹൽ അവസാനമാണെങ്കിൽ ബദൽ ആദ്യം ഓതണം, പിന്നെ ഇത് അവസാനം ഓതണം. ഔ ബൈനഹുമാ അല്ലെ, ഈ രണ്ടിൻ്റെ ഇടയിലാണെങ്കിലോ, തുടക്കമല്ല ഒടുക്കമല്ല, ഇടയിലാണ് അതിൻ്റെ മഹല്ലെങ്കിൽ ഖദ്ദമ മിനൽ ബദലി ബി ഖദിരി മാലം യുഹ്സിൻഹു ഖബ്ലഹു. അപ്പം അതിനെ ബദലിൽ നിന്ന് മുന്തിക്കണം. എത്ര മുന്തിക്കണം? ബി ഖദിരി മാലം യുഹ്സിൻഹു, അറിയാത്ത ഒന്നിൻ്റെ അളവനുസരിച്ച് മുന്തിക്കണം. അറിയാത്ത ഒന്ന് ഖബ്ലഹു, ഏത് ഈ മഹലിൻ്റെ മുമ്പുള്ള ഒന്ന്. ആ മഹലിൻ്റെ മുമ്പും അറിയാത്തതുണ്ട്, ശേഷം അറിയാത്തതുണ്ട്. അപ്പോൾ ആ മുമ്പ് അറിയാത്തതിൻ്റെ ഖദറനുസരിച്ച് മുന്തിക്കുക. സുമ്മ ഏത്തി, പിന്നെ കൊണ്ടുവരിക. ബിമാ യുഹ്സിനുഹു, ഇവൻ അറിയുന്ന ഒന്ന് കൊണ്ടുവരിക. സുമ്മ ബി ബദലിൽ ബാക്കി, പിന്നെ ബാക്കിയുള്ളതിൻ്റെ ബദലും കൊണ്ടുവരിക. അപ്പോൾ ഇടയ്ക്കാവുമ്പോൾ ഇങ്ങനെ ചിലപ്പോൾ ബിസ്മി കഴിഞ്ഞിട്ട് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന് മാത്രം അറിയുന്നത്. എന്നാൽ ഒരു ബിസ്മിയുടെ ഖദർ ആദ്യം മുന്തിച്ചിട്ട് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ഓതിയിട്ട് പിന്നെ അർ റഹ്മാനിർ റഹീം മുതൽ വലല്ലാലീൻ വരെയുള്ള ബദലിനെ കൊണ്ടുവരിക. അങ്ങനെ പിന്നെ
അല്ല ഇയ്യാക്ക നഅ്ബുദു ഇയ്യാക്ക നസ്തഈൻ എന്നാണ് അറിയുന്നത് എന്നുണ്ടെങ്കിൽ അപ്പം എന്ത് ചെയ്യുക, അതിൻ്റെ മുമ്പുള്ള എത്രയാണോ അറിയാത്തതിനെ കണക്കാക്കി കൊണ്ടുവരിക, ശേഷം അറിയാത്തതിന് കണക്കാക്കി കൊണ്ടുവരിക. അങ്ങനെ. ഇനി ഫൈലം യുഹ്സിൻ ബദലൻ, അപ്പോൾ ബദലിനെ അറിയില്ലെങ്കിലോ ഖുർആനിൽ നിന്നുള്ള ബദലിനെ കൊണ്ടുവരണം എന്നല്ലേ പറഞ്ഞേ. ബദൽ അറിയില്ല, ഫാത്തിഹ എന്നൊരായത്തോ അല്ലെ ഒന്നിലധികം ആയത്തെ അറിയുള്ളൂ. എന്നാൽ കററ മാ ഹഫിളഹു മിൻഹ, ആ ഫാത്തിഹയിൽ നിന്ന് ഇവൻ ഹിഫ്ലാക്കിയ ഒന്നിനെ ആവർത്തിക്കണം. എത്ര ബി ഖദ്രിഹ, ആ ഫാത്തിഹയുടെ കണക്കനുസരിച്ച് ആവർത്തിക്കണം. അതിന്റെ അളവെത്താൻ മാത്രം ആവർത്തിക്കണം. അത് ഈ അക്ഷരം കൊണ്ടാണ് അളവ് കണക്കാക്കുക, അത് ശേഷം വരും. പിന്നെ ഔമിൻ ഗൈരിഹ, ഇനി ഫാത്തിഹ അല്ലാത്തതിൽ നിന്നൊരായത്തോ അല്ലെങ്കിൽ അക്ഷരോ അറിയുമെങ്കിൽ, ഔമിൻ ഗൈരിഹ എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞ മിനൽ ഫാത്തിഹത്തിലുണ്ടല്ലോ, അതിന്റെ മേലെ അത്തുഫ. അപ്പൊ അങ്ങനെ എന്താ അർത്ഥം? വലോ അഹ്സന ആയത്തൻ ഔസറ മിൻ ഗൈരിൽ ഫാത്തിഹത്തി എന്നാവും. ഫാത്തിഹ എന്നൊന്നും അറിയില്ല, ഫാത്തിഹ അല്ലാത്തതിന് 7 ആയത്തും അറിയില്ല, പക്ഷെ ഒന്നോ അതിലധികം 7ൽ കുറഞ്ഞത് എന്നർത്ഥം. അത്താബിഹി, ആ മാഹ്സന മിൻ ഗൈരിഹ, ഫാത്തിഹ അല്ലാത്തതിൽ നിന്ന് ഇവൻ അറിയുന്നുണ്ടല്ലോ, അതിനെ കൊണ്ടുവരണം. അവിടെയും ബിഹിന്റെ ദമീർ മാഹ്സനയിലേക്കാ. സുമ്മ ബി ബദലിൽ ബാക്കി മിന ദിക്രി, അത് കഴിഞ്ഞതിന് ശേഷം ബാക്കി എന്താക്കണം? ദിക്ർ കൊണ്ടുവരണം. ബാക്കിയുള്ളതിന് പകരമായി ദിക്ർ കൊണ്ടുവരണം. അപ്പൊ ഈ ആയത്തൊന്നും അറിയില്ലെങ്കിൽ ദിക്റ കൊണ്ടുവരേണ്ടത് എന്നുള്ളത് മത്തിനിന് ശേഷം വരുന്നേ ഉള്ളൂ. ഇബ്നു ഹജർ റഹിമഹുല്ലാഹി മസല പറഞ്ഞപ്പോ അങ്ങ് പറഞ്ഞതാ. ഇന്ന അഹ്സനഹു, ആ ദിക്റിനെ അറിയുമെങ്കിൽ, അതിന് ആ ദിക്ർ അറിയുമെങ്കിൽ ദിക്ർ കൊണ്ടുവരണം. ദിക്ർ അറിയില്ലെങ്കിലോ അത് അവയില്ല. ആ ദിക്ർ അറിയില്ലെങ്കിൽ കററ ബി ഖദ്രിഹ ഐലൻ, ഈ ഫാത്തിഹ അല്ലാത്തതിൽ നിന്ന് അറിയുന്ന ആയത്തുണ്ടല്ലോ, ആ ഒന്നോ ഒന്നിലധികം ആയത്തുകൾ അതിനെ ആവർത്തിക്കണം. ബി ഖദ്രിഹ, ആ ഫാത്തിഹയുടെ അളവനുസരിച്ച് ഐലൻ. നേരത്തെ ഫാത്തിഹ അല്ലാത്ത ആയത്തൊന്നും അറിയില്ല, ഫാത്തിഹയിൽ നിന്ന് എന്താണ് ആയത്തോ അക്ഷരോ അറിയുന്ന സ്ഥലത്ത് ആവർത്തിക്കണം എന്ന് പറഞ്ഞ പോലെ, അതാണ് ഐലൻ എന്ന് പറഞ്ഞതിന്റെ അർത്ഥം. ഇനി വല ഇബ്റത ബി ബഅലിൽ ആയത്തി ബിലാ ഖിലാഫിൻ, പരിഗണിക്കൂല. ബി ബഅലിൽ ആയത്തി, ആയത്തിന്റെ ബഅലിനെ പരിഗണിക്കൂല. ബിലാ ഖിലാഫിൻ, ഖിലാഫില്ല വിഷയത്തിൽ. അപ്പൊ വലോ അഹ്സന ആയത്തൻ എന്ന് പറഞ്ഞതിന്റെ മുഹ്തറജ്, ഒരായത്തോ അതിലറിയുമോ അതിലധികമോ അറിയുമെങ്കിൽ കൊണ്ടുവരണം. അപ്പൊ ഒരായത്തിന്റെ ബയലാണ് അറിയുന്നതെങ്കിലോ അത് കൊണ്ടുവരണം, അത് പരിഗണിക്കൂല. അത് കൊണ്ടുവരാൻ അല്ലെ കൊണ്ടുവരാതിരിക്കുക, അങ്ങനെ. അത് കൊണ്ടുവരൽ നിർബന്ധമില്ല എന്നർത്ഥം. അതാണ് വല ഇബ്റത്താന്ന് പറഞ്ഞത്. ദക്കറഹു ഇബ്നു റിഫാ, ഇമാം ഇബ്നു റിഫാ റഹിമഹുള്ളാഹ് ആണ് പറഞ്ഞത്. ലാക്കിൻ നൂസിയ ബി, പക്ഷെ അതിൽ ഖിലാഫുണ്ട്. ബഅലുല്ലായത്ത് അറിയെങ്കിൽ കൊണ്ടുവരണം എന്ന് പറഞ്ഞവരുണ്ട്. ഇനി ഫൈൻ അജസ മിനൽ ഖുർആനിൽ ഖുർആനി അത്താ ബിദിക്രിൻ, അത് ഖുർആനെ തൊട്ട് ആജിസായി, ഫാത്തിഹ അറിയില്ല, മറ്റായത്തൊന്നും അറിയില്ല, ബിസ്മിയും കൂടി അറിയില്ല, എന്നാൽ എന്താക്കണം? ദിക്ർ കൊണ്ടുവരണം. എത്ര ദിക്റ? മുത്തനവ്യൻ, വ്യത്യസ്ത ഇനം ദിക്റുകൾ കൊണ്ടുവരണം. എത്ര ഇനങ്ങളായത്? ഇലാ സബഅത്തി അൻവാഇൻ, 7 ഇനങ്ങളിലേക്ക് ഇനം തിരിയുന്ന ദിക്റുകളെ കൊണ്ടുവരണം. അപ്പൊ 7 ഇനം ദിക്ർ കൊണ്ടുവരണം. 7 ആയത്തിന് പകരം അതിനെ 7 ഇനമാക്കുന്ന ലിയഖൂമ കുല്ലു നൗഇൻ മക്കാന ആയത്തിന്, ഓരോ നൗഉം ഓരോ ആയത്തിന്റെ സ്ഥാനത്ത് നിൽക്കാൻ വേണ്ടിന്നാ. പിന്നെ വലിമാഫി സഹീഹ് ഇബ്നു ഹിബ്ബാൻ, അതാ. അപ്പൊ അങ്ങനെ ലിയഖൂമ കുല്ലു നൗഇൻ മക്കാന ആയത്തിന്റെ എന്ന് പറഞ്ഞു. അതിന് പുറമെ എന്താണ്? ഒരു ഹദീസും ഉണ്ട് ഇതിന് കാരണമായിട്ട്. ദിക്ർ 7 എണ്ണം വേണം, 7 ഇനം വേണം എന്നുള്ളതിനൊരു ഹദീസുണ്ട്. പക്ഷെ ആ ഹദീസ് ചിലർ ലൈഫാക്കിയ ഹദീസാണ്, അതുകൊണ്ടാണ് അത് ആദ്യം പറയാഞ്ഞത്. അതിനും പുറമെ അതില് എന്താണ്, 7 നേരെ ഇല്ല, 5 ദിക്റേ പറയുന്നുള്ളൂ. അപ്പൊ അതിൽ നിന്നൊരു ഇസ്തിംബാത്താണ്, അതുകൊണ്ടാ. വലിമാഫി സഹീഹ് ഇബ്നു ഹിബ്ബാൻ വൈൻ ളുഇഫ, ഏതവസ്ഥയിൽ ആ സഹീഹ് ഇബ്നു ഹിബ്ബാനിലുള്ള ഒരു ഹദീസിന് വേണ്ടി ആ ഹദീസ് ലഈഫാക്കപ്പെട്ടിട്ടുണ്ട്, അത് ശരിയാണ്. എന്താണ്? അന്ന റജുലൻ ജാഅ ഇലൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫഖാല യാ റസൂലല്ലാഹി ഇന്നി ലാ അസ്തത്തി അൻ അതഅല്ലമൽ ഖുർആന, ഖുർആൻ പഠിക്കാൻ എനിക്ക് സൗകര്യപ്പെട്ടില്ല. ലാ അസ്തത്തി അൻ അതഅല്ലമൽ ഖുർആന, ഖുർആൻ പഠിക്കാൻ സൗകര്യപ്പെട്ടില്ല. അതുകൊണ്ട് ഫഅല്ലിംനി, നബിയെ എനിക്ക് പഠിപ്പിച്ചു തരണം. മാ യുജിസിഉനി എന്നുണ്ട്, മാ യുജിസീനി എന്ന് മഹ്മൂസായിട്ട് ഹംസ കൊണ്ട് യുജിസിഉ എന്ന് തന്നെ ഉണ്ട് ചില നുസ്ഖയിൽ യുജിസി എന്ന് തസ്ഹീലായിട്ട്. അപ്പോ മാ യുജിസീനി മിനൽ ഖുർആൻ, ഖുർആനിൽ നിന്ന് എനിക്ക് മതിയാകുന്നത്.
എന്നാൽ വഫീ ലഫ്ലി ദാറഖുത്നി മാ യുജ്സീനി ഫി സലാത്തീന, ഖുർആനിൽ നിന്ന് എനിക്ക് മതിയാകുന്നതെന്ന് പറഞ്ഞാൽ നിസ്കാരത്തിലേക്ക് മതിയാകുന്നതെന്ന് അർത്ഥം. അത് മറ്റേ റിവായത്തിൽ ശരിയായിട്ടുണ്ട്. മാ യുജ്സീനി ഫി സലാത്തി, നിസ്കാരത്തിൽ എനിക്ക് മതിയാകുന്ന പഠിപ്പിച്ചു തരാൻ പറഞ്ഞപ്പോൾ ഖാല ഖുൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു സുബ്ഹാനല്ലാഹി. എപ്പോൾ പറയാന്ന് ഫാത്തിഹയ്ക്ക് പകരം ഇത് പറഞ്ഞോ, സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. അപ്പോൾ ഇത് 5 അല്ലേ ഉള്ളൂ. സുബ്ഹാനല്ലാഹ് 1, അൽഹംദുലില്ലാഹ് 2, വലാ ഇലാഹ ഇല്ലല്ലാഹ് 3, അല്ലാഹു അക്ബർ 4, ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് 5. അപ്പോൾ 7 എങ്ങനെ കിട്ടുക? അതിനെ പറയാം അശാറ ഫീഹി ഇല സബഅതി ബിദിക്രി ഖംസത്തിൻ മിന്നാ, 7 ഇനം വേണം എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉദ്ദേശം. അപ്പോൾ അശാറ എന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇഷാറത്താക്കി ഈ ഹദീസിൽ 7 ഇനത്തിലേക്ക്. അതെങ്ങനെ 7 ഇനത്തിലേക്ക് ഇഷാറത്താക്കുക? ബിദിക്രി ഖംസത്തിൻ മിന്നാ, 7ൽ നിന്ന് 5 എണ്ണം പറഞ്ഞു, പിന്നെ 2 എണ്ണോ വലഅല്ലഹു ലം യദ്കുർ ലഹുൽ ആഖറൈനി. അപ്പൊ 5 എണ്ണം പറഞ്ഞു, ബാക്കി 2 എണ്ണം പറയാതിരിക്കുന്നതിന്റെ കാരണമായേക്കാം എന്ത്? ലിഅന്നല്ലാഹിറ ഹിഫ്ലുഹു ലിൽ ബസ്മലത്തി വശൈഇൻ മിനദ് ദുആഇ. കണ്ടോ, ബിസ്മി അറിയുമായിരിക്കുമല്ലോ, പൊതുവെ എല്ലാവർക്കും അറിയുന്നല്ലേ. അപ്പൊ അതൊന്നും വശൈഇൻ മിനദ് ദുആഇ, എന്തെങ്കിലും ഒരു ദുആവും അറിയില്ലേ അല്ലെ? അപ്പൊ അങ്ങനെ അത് 2 എണ്ണം ശരിയാക്കിയിട്ടില്ല. അപ്പൊ ആ ആളുടെ അവസ്ഥയിൽ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മനസ്സിലാക്കിയത് കൊണ്ടായിരിക്കും അത് 2 എണ്ണം പറയാഞ്ഞത്. പിന്നെ വലമ്മാ കാന അൽഹംദുലില്ലാഹ്, ഇനി അൽഹംദുലില്ലാഹ് എന്നുള്ളത് ബഅല ആയത്തിന്, അത് ആയത്ത് പൂർണ്ണമല്ല, അത് ബഅലുൽ ആയത്താ. വഹുവൽ ആയത്തഅയ്യനു ഖിറാഅത്തുഹു അലാ മാ മറ. ഈ ബഅലുൽ ആയത്ത്, വഹുവ എന്ന് പറഞ്ഞാൽ ബഅലുൽ ആയത്ത്, അത് ഓതല് നിജമല്ല, ക്ലിപ്തമല്ല. ആയത്തഅയ്യനു ഖിറാഅത്തുഹു അലാ മാ മറ, നേരത്തെ പറഞ്ഞതനുസരിച്ച് നമ്മൾ പറഞ്ഞല്ലോ ബഅലുൽ ആയത്ത് എന്തില്ല, പരിഗണന എന്ന് പറഞ്ഞല്ലോ. ലം യജിബ് തഅഖീബുഹു, അതുകൊണ്ട് അൽഹംദുലില്ലാഹ് എന്നതിനെ കൊണ്ടുവരൽ നിർബന്ധമില്ല. ലിൽ ബസ്മലത്തി, എന്തിന്റെ ഉടനെ കൊണ്ടുവരാ? ബിസ്മി ഓതിയന്റെ ഉടനെ കൊണ്ടുവരൽ നിർബന്ധമില്ല. അപ്പൊ ഇവിടെ സുബ്ഹാനല്ലാഹി അൽഹംദുലില്ലാഹി എന്ന് പറയുമ്പോ അൽഹംദുലില്ലാഹ് ഇപ്പുറത്ത് പറയണോന്ന്. എന്നാൽ അത് ബഅലുൽ ആയത്തല്ലേ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് ഈ ആൾക്ക് അറിയാം എന്ന ഒരു എന്താണ് ഇസ്തിംബാത്താണല്ലോ. അപ്പൊ ബിസ്മി അല്ലിയിട്ട് പിന്നെ അൽഹംദുലില്ലാഹി സുബ്ഹാനല്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു അങ്ങനെ പറയണോ? വേണ്ട. അൽഹംദുലില്ലാഹ് ബഅലുൽ ആയത്തായതുകൊണ്ട് പറയല് നിജമല്ല. അപ്പൊ ലം യജിബ് തഅഖീബുഹു ലിൽ ബസ്മലത്തി ഔ ഖദ്രിഹ ഇല്ലം യഹ്ഫദ്ഹ. പിന്നെ ആ ബിസ്മിന്റെ ഉടനെ എന്ന് പറഞ്ഞത് ബിസ്മി അറിയുമെങ്കിൽ, അല്ല ഔ ഖദ്രിഹ അല്ല ബിസ്മിന്റെ ഖദർ ഓതിയതിന്റെ ഉടനെ അൽഹംദുലില്ലാഹ് പറയണോ? അൽഹംദുലില്ലാഹ് പറയുന്ന ആള്, ഇതിപ്പോ ഈ ദിക്റിൽ അൽഹംദുലില്ലാഹ് ഉണ്ടല്ലോ, അത് അറിയുന്ന ആള് ആ ബിസ്മിന്റെ ഖദർ ഓതിയന്റെ ഉടനെ പറയണോ? എപ്പോ ഇല്ലം യഹ്ഫദ്, ആ ബിസ്മി ഹിഫ്ലില്ല എന്നുണ്ടെങ്കിൽ, അതിനെ അറിയില്ല എന്നുണ്ടെങ്കിൽ അതിന്റെ ഉടനെ അൽഹംദുലില്ലാഹ് എന്ന് പറയല് നിർബന്ധമില്ല എന്നാ. ഇനി വലായത്തഅയ്യനു ലഫ്ളുൽ വാരിദി, ദിക്ർ ഇല്ല എന്ന് പറഞ്ഞപ്പോഴുണ്ടല്ലോ, ദിക്ർ അല്ലെങ്കിൽ ദുആ എന്നാണ്. ദിക്ർ എന്ന് പറഞ്ഞത് മായുസാബു അലൈഹി എന്നർത്ഥത്തിനാ, അല്ലാതെ ദുആന്റെ മുഖാബലയിൽ പറയുന്ന ദിക്ർ എന്നല്ല. പിന്നെ അല്ലാഹു തആലയെ പറയുന്ന എന്താണ് ഹംദും തഹ്മീദും എന്ന പോലെ സനാവും ഇതൊക്കെ വരുന്നതിന് ദിക്ർ എന്ന് പറയുമല്ലോ. ഖുർആനും ദുആവും അല്ലാത്തതിന് അതല്ല. ഇത് മായുസാബു അലൈഹി എന്ന, അപ്പൊ ദിക്ർ ഖുർആൻ അല്ലാത്തെല്ലാം പെടും, അപ്പൊ ദുആവും പെടും. പിന്നെ അപ്പൊ ഇങ്ങനെ ദിക്ർ 7 ഇനം എന്ന് പറയുമ്പോൾ വാരിദായ ദിക്ർ തന്നെ വേണോ? അത് വേണ്ട. ലഫ്ലുൽ വാരിദിലായത്തഅയ്യനും യുജ്സിഉ ദുആഉൽ മുതഅല്ലിഖു ബിൽ ആഖിറത്തി. കണ്ടോ, ആ ദിക്റിൽ ദുആ പെടുന്നോണ്ടാണ് ആഖിറവുമായി ബന്ധപ്പെടുന്ന ദുആ മതിയാകും എന്ന് പറഞ്ഞു. അത് എന്താണ് വാരിദായതാണെന്നില്ല, ഉണ്ടാക്കിയത് പറഞ്ഞാലും മതി, പക്ഷെ അറബിയിലായിരിക്കണോ അല്ലെ. ഐ സബഅത്തു അൻവാഇൻ മിൻഹ, ആ ആഖിറവുമായി ബന്ധപ്പെട്ട ദുആയിൽ നിന്ന് 7 ഇനം ദുആർക്കണം. ആ 7 ഇനം ദുആർക്കണം. അപ്പൊ സ്വർഗം ചോദിച്ചിട്ടും നരകം കാവല് ചോദിച്ചിട്ടും ഇങ്ങനെയുള്ള 7 ഇനം വേണം. പിന്നെ വൈൻ ഹഫിള ദിക്റൻ ഗൈറഹു, ഈ ആഖിറവുമായി ബന്ധപ്പെട്ട ദുആ അല്ലാത്ത ദിക്റിന് ഹിഫ്ൽ ഉണ്ടെങ്കിലും ശരി അത് മതിയാകും എന്നാ. പിന്നെ ഫഇല്ലം യഅരിഫു ഗൈറമായ തഅല്ലഖു ബിദ്ദുനിയ, അപ്പൊ ഇവന് ദിക്റും അറിയില്ല, ആഖിറവുമായി ബന്ധപ്പെട്ട ദുആവും അറിയില്ല, എന്നാലോ ദുന്യാവുമായി ബന്ധപ്പെട്ടത് മതിയാകും. അത് അജ്സഅഹു, ആ ദുന്യാവുമായി ബന്ധപ്പെട്ടതല്ലാത്ത മറ്റൊന്നും അറിയില്ലെങ്കിൽ അത് മതിയാകും, ആ ദുആ മദീന.
ഇനി ഇങ്ങനെ ദിക്ർ ചെല്ലുമ്പോ അല്ലെങ്കിൽ 7 ആയത്ത് ഓതുമ്പോ 7 ആയത്തോ ദിക്ർ ഓതണം എന്ന് പറഞ്ഞല്ലോ. പകരം 7 ആയത്ത് എന്ന് പറയുമ്പോ പകരം 7 ഇനം ദിക്ർ എന്ന് പറയുമ്പോ അക്ഷരം കുറയാൻ പാടില്ല. ഫാത്തിഹന്റെ അത്രയും അക്ഷരം ഉള്ളതായിരിക്കണം. 7 എണ്ണത്തിന്റെയും കൂടെ കൂട്ടി നോക്കുമ്പോ മൊത്തം അക്ഷരങ്ങള് ഫാത്തിഹന്റെ മൊത്തം അക്ഷരങ്ങൾ ഉള്ളതായിരിക്കണം. അത് കുറഞ്ഞാൽ മതിയാവില്ല. അങ്ങനെയാണ് അളവ് കണക്കാക്കുക. അതാ വലായ ജൂസു നഖ്സ് ഹുറൂഫിൽ ബദലി, ബദലിന്റെ ഹർഫ് അങ്ങനെ കുറയാൻ പറ്റൂല. എന്തിനെ തൊട്ട്? അനിൽ ഫാത്തിഹയെ തൊട്ട് കുറയാൻ പാടില്ല, ജായിസല്ലാന്നാ. ബദൽ എന്ന് പറഞ്ഞാൽ എന്താണ്? മീൻ ഖുർആനിൻ ഔ ദിക്രിൻ, അത് ഖുർആനായാലും ദിക്റായാലും. ഖുർആൻ എന്ന് പറഞ്ഞാൽ ഫാത്തിഹ അല്ലാത്ത മറ്റായത്ത് ഓതുന്നതുണ്ട്, ദിക്ർ ചെല്ലുന്നുണ്ട്, അതൊക്കെ പറഞ്ഞല്ലോ. പിന്നെ ഹുറൂഫിൽ ഫാത്തിഹത്തി, ഫാത്തിഹയുടെ ഹർഫുകളെ തൊട്ട്. ഫാത്തിഹയുടെ ഹർഫ് എത്ര? വഹിയ ബിൽ ബസ്മലത്തി, ബിസ്മിയും തഷ്ദീദാത്തി, ഷദ്ദുകളും കൂട്ടിയിട്ട് 150 ഹർഫൻ, 155 ഹർഫ, ഷദ്ദുകളും കൂടെ കൂട്ടിയിട്ട്. ബി ഖിറാഅത്തി മലിക്കിൻ, അവിടെ മലിക്ക് ഖിറാഅത്തിലാണ് 155. അപ്പൊ മാലിക്ക് ഖിറാഅത്തിലാവുമ്പോഴേ 156 ആവും അല്ലെ. വലോ ബിൽ ഇദ്ഗാമി, അത് ഇദ്ഗാമോട് കൂടെ ആണെങ്കിലും കുറയാൻ പാടില്ല. ഇദ്ഗാം എന്ന് പറഞ്ഞാൽ ഒരു ഹർഫിനെ ശബ്ദാക്കുമ്പോ 2 ഹർഫാവുമല്ലോ. അങ്ങനെ ആ മുദ്ഗമു ഫീഹി എന്ന നിലയ്ക്ക് 2 ആയിട്ട് കൂട്ടിയിട്ടെങ്കിലും കുറയരുത് എന്നർത്ഥം. പിന്നെ ഖിലാഫൻ ലിബാലിഹിം, അത് പറ്റൂല എന്ന് ചിലവർ പറഞ്ഞിട്ടുണ്ട്. അങ്ങനല്ല. എന്ന ഗായത്തഹു, കാരണം ഇദ്ഗാമിന്റെ ഗായത്ത് എന്താണ്? അന്നഹു യുജഅലുൽ മുദ്ഗമു മുശദ്ദദൻ, മുദ്ഗമായ ഹർഫ്. ഏത് ഹർഫിനെയാണോ ഇദ്ഗാം ചെയ്യുന്നത്, ഏതൊന്നിലാണോ ഇദ്ഗാം ചെയ്യുന്നത്, അങ്ങനെ മുദ്ഗമു ഫീഹി ഉണ്ടാവും. ആ മുദ്ഗമായ ഹർഫ് ഷദ്ദുള്ളതാക്കപ്പെടും എന്നതാണ് അതിന്റെ ഗായത്ത്. ഷദ്ദുള്ളതാണെങ്കിലോ വഹുവ മുശദ്ദദ് ഹർഫാനി, അത് 2 ഹർഫാണ്. മിനൽ ഫാത്തിഹത്തി, അത് ഫാത്തിഹയിൽ നിന്ന് 2 ഹർഫാണ്. വൽ ബദലി, ബദലിൽ നിന്നും 2 ഹർഫാണ്. അപ്പൊ അതാണ് അതിന്റെ ഗായത്ത്. അപ്പൊ ഫാത്തിഹയിലും അങ്ങനെ 2 ഉണ്ട്, ഇദ്ഗാം കൊണ്ട് 2 ഉള്ളത്. അപ്പൊ ഫാത്തിഹന്റെ ബദലിൽ നിന്ന് ഇദ്ഗാം കൊണ്ട് 2 ഉള്ളത്. അങ്ങനെ ആയിട്ടായാലും ഫാത്തിഹന്റെ മൊത്തം അക്ഷരം വേണം എന്ന് പറഞ്ഞു. പിന്നെ ഇനി മാദുക്കിറ തംബീഹുൻ, മാദുക്കിറ മിന്ന അന്ന ഹുറൂഫഹ ബിദൂനി തഷ്ദീദാത്തിഹ. ഇപ്പൊ പറഞ്ഞല്ലോ ഈ ഫാത്തിഹയുടെ അക്ഷരങ്ങള് നേരത്തെ പറഞ്ഞ അതിന്റെ ഷദ്ദോട് കൂടെ എന്നാ. അപ്പൊ ഷദ്ദോട് കൂടെ ബിസ്മിയോട് കൂടെ എന്ന് പറഞ്ഞിട്ട് അതിൽ നിന്ന് ഷദ്ദും ബിസ്മിയും കുറക്കുമ്പോ എത്ര ഉണ്ടാവും? അതഞ്ഞ് പറയുന്നത്. മാദുക്കിറ മിന്നന്ന ഹുറൂഫഹ ബിദൂനി തഷ്ദീദാത്തിഹ ബിഖിറാഅത്തി മലിക്കിൻ. നേരത്തെ പറഞ്ഞ ബിൽ ബസ്മലത്തി വത്തഷ്ദീദാത്തി 155 എന്നാ 155 അല്ലെ. അതിന്റെ തഷ്ദീദും എന്ന പോലെ മലിക്ക് ഖിറാഅത്തും കൊണ്ട് നോക്കുമ്പോ ബിലാ അലിഫിൻ, അലിഫില്ലാതെ മലിക്ക് ഖിറാഅത്ത്, മാലിക്ക് ഖിറാഅത്തല്ല, അലിഫില്ലാതെ മലിക്ക് ഖിറാഅത്ത് അനുസരിച്ച് നോക്കുമ്പോ 141 ആണെന്ന് പറഞ്ഞല്ലോ. ഹുവമാ ജറ അലൈഹിൽ അസ്നവിയ്യു ഗൈറുഹുന, 141 ഇമാം അസ്നവിയും വരും പറഞ്ഞാണ്. ഈ 141 ഇപ്പൊ നേരത്തെ പറഞ്ഞില്ലല്ലോ. നേരത്തെ പറഞ്ഞ് ഷദ്ദോടുകൂടെ 155 എന്നാ. ഷദ്ദ എത്രയാ? 14 എണ്ണോ. അത് 14 ഉറക്കുമ്പോ 141 ആവുമല്ലോ അല്ലേ. അത് എന്താണ് ഇബ്നു ഖാസിം പറഞ്ഞിട്ടുണ്ട്. لأن ذلك هو الباقي بعد إسقاط التشديدات 14 من 155. പിന്നെ അപ്പൊ തംബീഹുൻ മാദുക്കിറ എന്ന് നേരത്തെ പറഞ്ഞല്ലോ. മാദുക്കിറ മിന്നന്ന ഹുറൂഫഹ, അത് സരീഹായി പറഞ്ഞതല്ല, അത് ലുസൂമായി പറഞ്ഞ ഇൽത്തിസാമിയായി പറഞ്ഞതാണ്. തഷ്ദീദില്ല, നേരത്തെ പറഞ്ഞ തഷ്ദീദില്ല. അപ്പൊ 14 കഴിച്ച ബാക്കി 141 ആയത്. ഇമാം ഹസനെ വരും പറഞ്ഞു ഓഹോ മുഷ്കിലുൻ, അത് മുഷ്കിലാണ്. മബിനിയുൻ അലാ അന്ന മാ ഹുദിഫ റസ്മൻ ലാ യുഹ്സബു ഫിൽ അദ്ദി, അത് എന്തിന്റെ മേലെടുത്തതാ? മബിനിയുൻ അലാ അന്ന മാ ഹുദിഫ, കളയപ്പെട്ട ഒന്ന്, റസ്മൻ എഴുത്തിൽ കളയപ്പെട്ട ഒന്ന്, ലാ യുഹ്സബു അത് കണക്കാക്കപ്പെടൂല, ഫിൽ അദ്ദി അക്ഷരങ്ങളെ എണ്ണുന്നതിൽ കണക്കാക്കൂല എന്നതിന്റെ മേലെടുത്തതാണ്. അക്ഷരത്തിനെ എണ്ണുന്നതിന്റെ മേലെ എണ്ണുമ്പോ എഴുതിയത് മാത്രമേ കൂട്ടുള്ളൂ.
അള്ളാ എന്ന് എഴുതുമ്പോൾ അലിഫും 2 ലാമും ഒരു ഹാവേ കൂട്ടുള്ളൂ. രണ്ടാമത്തെ ലാമിന്റെ ശേഷം ഒരു അലിഫുണ്ടല്ലോ, അള്ളാ ഉച്ചാരണത്തിലുണ്ട്, അത് കൂട്ടൂല. ഇങ്ങനെ അത് ഈ അസ്മാകാരുടെ എഴുത്താ, അവരെഴുതുമ്പോൾ അങ്ങനെയാണല്ലോ. അങ്ങനെ എഴുതിയതേ എഴുതുള്ളൂ, കളയുന്ന അലിഫൊന്നും എഴുതൂല, കളയുന്ന അക്ഷരമൊന്നും എഴുതൂല. അപ്പോൾ ബയാനുഹു, ഈ അസ്നവിമാമും എന്ന പോലെ തബിയഹു വൈറുഹു എന്ന് പറഞ്ഞല്ലോ, വൈറുഹു എന്ന് പറഞ്ഞല്ലോ. അസ്നവിമാമും വൈറും അപ്പറഞ്ഞതിന്റെ വിശദീകരണം 151 എന്ന് പറഞ്ഞതിന്റെ വിശദീകരണം ഇതിന്റെ മേലെടുത്തതാണെന്ന് പറഞ്ഞല്ലോ, അത് മുഷ്കിലാണ്. എന്നിട്ട് പറയാം അതിന്റെ വിശദീകരണം അന്നൽ ഹുറൂഫൽ മൽഫൂല ബിഹ വലോഫി ഹാലത്തിന്, ഉച്ചരിക്കുന്ന ഹർഫുകൾ, ഹുറൂഫ് അൽ മൽഫൂല ബിഹ, അക്ഷരങ്ങൾ ഉച്ചരിക്കപ്പെടും, ആ ഹർഫുകൾ വലോഫി ഹാലത്തിന്, അത് എപ്പോൾ ഏതെങ്കിലും ഒരു ഹാലത്തിലാണെങ്കിലും ശരി, വലോഫി ഹാലത്തിൻ, അത് ഏതെങ്കിലും ഒരു ഹാലത്തിലാണെങ്കിലും ശരി, അലിഫാത്തിൽ വസ്ലി, വസ്ലിന്റെ അലിഫുകളെ പോലെ, 147 147 അലിഫാത്തിൽ വസ്ല്. അപ്പൊ 147. പിന്നെ ഏതെങ്കിലും ഒരു ഹാലത്തിലെങ്കിലും ഉച്ചരിക്കുന്നത് വസലിന്റെ അലിഫുകൾ, അത് മാത്രമല്ലേ ഉള്ളൂ. വേറെ ഉണ്ടൊക്കെ അലിഫാത്തിൽ വസ്ലി എന്ന് പറയുമ്പോ അതുപോലത്തെ പിന്നെന്താ, ഏതെങ്കിലും ഒരു ഹാലത്തില് ഉച്ചരിക്കുന്നത് എന്ന് പറഞ്ഞത് അലോഫി ഹാലത്തിൻ, അത് കാഫ് ഇസ്തിഖ്സായി ആയിരിക്കും, മിസാലാവൂല. വേറെ അങ്ങനെ ഇല്ല എന്നെ ഒരു ധാരണ അങ്ങനെയാ. അപ്പൊ അത് മാത്രമല്ലേ ഉള്ളൂ. ഏതെങ്കിലും ഒരു ഹാലത്തിലെങ്കിലും ഉച്ചരിക്കുന്നത് 147 147. 47 6 ഹർഫ് കളയും, 6 അലിഫ് കളയും. 6 അലിഫ് കളയുമ്പോൾ ബാക്കി 141 ആയല്ലോ. അതാ പറഞ്ഞു വഖദ് ഇത്തഫഖ അയിമ്മത്തുർ റസ്മി, റസ്മിന്റെ അയിമ്മത്ത് ഇത്തിഫാക്കാണ് എന്തിന്റെ മേലെ, അല്ല ഹദിഫി സിത്തി അലിഫാത്തിന്റെ 6 അലിഫ് കളയും എന്നതിന്റെ മേല്. അതായത് എഴുതുമ്പോ 6 അലിഫ് എഴുതൂല. അലിഫ് ഇസ്മ ബിസ്മി എന്നുള്ളടുത്ത ഇസ്മിന്റെ അലിഫ് കളയും, അല്ലെ? വ അലിഫിൻ ബഅദ ലാമിൽ ജലാലത്തി, ജലാലത്തിന്റെ ലാമിന്റെ ശേഷമുള്ള അലിഫ്. അള്ളാ എന്നുള്ളിടത്ത് ബിസ്മില്ലാഹി എന്നുള്ളിടത്തും അൽഹംദുലില്ലാഹി, അതാണ് രണ്ടിടത്തുള്ളത്. അത് 2 എണ്ണം. പിന്നെ അത് ഹാലത്തിൽ എപ്പോഴെങ്കിലും ഉച്ചരിക്കുന്നതല്ല, എപ്പോഴും ഉച്ചരിക്കുന്നതാണല്ലോ. പിന്നെ വബഅദ മീമി അർറഹ്മാൻ മറത്തേൻ, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നുള്ള അർറഹ്മാനി, പിന്നെ അർറഹ്മാനിർ റഹീം എന്നുള്ളടുത്ത് അർറഹ്മാനി, ഈ രണ്ടിലുള്ള മീമിന്റെ ശേഷമുള്ള അലിഫ്. അപ്പൊ 2 4 1 5 ആയി. ഇനി വബഅദ ഐനിൽ ആലമീൻ, ആലമീൻ എന്നുള്ളത് ഐനിന്റെ ശേഷമുള്ളത്, അവിടെ എഴുതൂല. അപ്പൊ ഈ 6 കഴിഞ്ഞാൽ ഫൽ ബാക്കി, അതിന്റെ ബാക്കിയുള്ളത് മാദക്കറഹുൽ അസ്നവിയു, ഇമാം അസ്നവി പറഞ്ഞ 141 ആണ്. ഇങ്ങനെയാണ് എന്ത് ചെയ്തത്, ആ 141 ആയത്. പിന്നെ എന്നിട്ടും അത് മുഷ്കിലെന്ന് പറയാൻ കാരണം എന്താ, അത് ശേഷം വരുന്നത് എഴുത്തല്ല ഇവിടെ പരിഗണിക്കുക, ഇവിടെ ഉച്ചാരണമാണ് പരിഗണിക്കുക എന്ന് ശേഷം വരുന്നുണ്ട്. കാരണം ഇത് ഓതുന്നതിന് വേറെ ഓതുകയല്ലേ. പിന്നെ
ഫൽബാഖി മാ ദക്കറഹുൽ അസ്നി വഖാലഫഹു ശൈഖുനാ ഫി ശറഹിൽ ബഹ്ജത്തി സഗീർ. ഷറഹുൽ ബഹജ അസ്സഗീർ, അതായത് ഷറഹുൽ ബഹജ ശൈഖുന എന്ന് പറഞ്ഞ സക്കരിയൽ അൻസാരി റഹിമഹുല്ലാ, അവർക്ക് അൽ ബഹ്ജത്തുൽ വർദിയക്ക് 2 ഷറഹുണ്ട്. അതിന്റെ ഷറഹുൽ ബഹജ അസ്സഗീറിൽ എതിരായിട്ട് ഫഖാല പറഞ്ഞു, അസ്നവി ഇമാം പറഞ്ഞതിനോട് എതിരായി പറഞ്ഞു, ബഅദ ദിക്രി അന്നഹ മിയത്തും വാഹിദും വഅർബഊൻ, ഈ അലിഫ് പിന്നെ അക്ഷരങ്ങൾ ഫാത്തിഹയുടെ അക്ഷരങ്ങൾ 141 പറഞ്ഞതിന് ശേഷം പറഞ്ഞു ഹാദാ മാ ദക്കറഹുൽ ഇസ്നവിയ്യു വഗൈറുഹു, ഇത് ഇമാം ഇസ്നവിയും വഗൈറും പറഞ്ഞതാണ്. വതബിഅതുഹും ഫിൽ അസ്ലി, ഞാൻ അവരോട് അസ്ലിൽ പിൻപറ്റി. അതായത് ഈ പിന്നെ ഷറഹുൽ ബഹജ ബഹജത്തുൽ വർദിയക്ക് 2 ഷറഹുണ്ട് എന്ന് പറഞ്ഞല്ലോ, അത് സഗീർ കബീറാണ് അസ്ലി എന്ന് പറയുന്നത്. അപ്പൊ ആ കബീർ ഷറഹ് എന്താണ് ബഹജന്റെ ഷറഹുൽ കബീറിൽ ഞാനത് പിൻപറ്റി 141 എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നാൽ വൽഹഖു അന്നഹ മിയത്തും വസമാനിയത്തും വസലാസൂന 138 പിന്നെ 3 കുറഞ്ഞ്. അതെങ്ങനെ 138? ബിൽ ഇബ്തിദാഇ ബി അലിഫാത്തിൽ വസ്ലി, വസ്ലിന്റെ അലിഫ് കൊണ്ട് തുടങ്ങുമ്പോ അങ്ങനെയാണ് ഇന്ദഹ. വസ്ലിന്റെ അലിഫ് കൊണ്ട് തുടങ്ങുക എന്ന് പറഞ്ഞാല് പിന്നെ അൽഹംദു തന്നെ ഉച്ചരിക്കുക. അങ്ങനെ ആവുമ്പോ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഇൽഹംദു എന്നാവുമ്പോ അലിഫ് കളഞ്ഞിട്ടല്ലേ, വസ്ലിന്റെ അലിഫ് കളഞ്ഞിട്ടല്ലേ വരിക? അങ്ങനെയല്ല. പിന്നെ മാലിക് യൗമിദ്ദീൻ ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ നുഹ്ദിനസ് സിറാത്ത എന്ന് പറയുമ്പോ വസ്ലിന്റെ അലിഫ് കളഞ്ഞിട്ടല്ല, അങ്ങനല്ല, കളയാതെ എന്നർത്ഥം. അതായത് ഇബ്തിദാ. ഇഹ്ദിന എന്ന് വേണം, അൽഹംദു എന്ന് വേണം, അർറഹ്മാൻ ഇങ്ങനെ. അപ്പൊ 138. അപ്പൊ 138 കാരണം എന്താ? വക്ക അന്നഹു നളറ, ഷെയ്ഖ് സക്കരിയൽ അൻസാരി റഹിമഹുല്ലാ നോക്കിയ പോലെ ഉണ്ട്. ഹക്ക് 138 പറഞ്ഞപ്പോഴേ ഇലാന്ന അലിഫ സിറാത്ത, സിറാത്ത എന്നതിന്റെ അലിഫ് ഫിൽ മൗളിഅൈനി, ഇഹ്ദിന സിറാത്ത സിറാത്തല്ലദീന 2 ഉണ്ടല്ലോ. വൽ അലിഫ ബഅദ ലാദി ലാല്ലീൻ, ലാല്ലീൻ എന്ന ലാദിന്റെ ശേഷമുള്ള അലിഫും മഹ്ദൂഫത്തുൻ റസ്മൻ, അത് 3 എഴുത്തിൽ കളയപ്പെടുന്നതാണ് എന്നുള്ളതിലേക്ക് നോക്കിയ പോലെ ഉണ്ട്. അപ്പൊ 41 3 കൂടി കുറയുമല്ലോ, അപ്പൊ 38 പക്ഷേ ലാക്കിൻ ഹാദാ ഖൗലുൻ ലഈഫുൻ, ഈ 3 അലിഫും കളയും എന്നുള്ളത് ലഈഫായ അഭിപ്രായം. ആ 3 അലിഫ് കളയൂല. ഈ 3 സ്ഥലത്ത് ഹദ്ഫില്ലാന്ന. ലാക്കിൻ ഹാദാ ഖൗലുൻ ലഈഫുൻ. വല്ലർജഹു കമാ ഖാലഹു ശാത്തിബിയു സാഹിബുൽ മർസൂമി സുബൂത്തുഹാ ഫിൽ അവ്വലൈൻ. കണ്ടോ, അർജഹ് അത് ലൈഫാണ്. പിന്നെന്താ റാജിഹ്? ഇമാം ഷാത്തിബി റഹിമഹുല്ലാ സാഹിബുൽ മർസൂം, അൽ മർസൂം എന്ന് പറഞ്ഞ കിതാബ് എഴുതിയ എന്താണ് ഇമാം ഷാത്തിബി എന്ത് ചെയ്തിട്ടുണ്ട്? പറഞ്ഞിട്ടുണ്ട് അർജഹ് സുബൂത്തുഹാ ഫിൽ അവ്വലൈനി, ആ അലിഫ് സ്ഥിരപ്പെടുത്തുക, എഴുതുക എന്നുള്ളതാണ് ആദ്യത്തെ 2 സ്ഥലത്തും. അതായത് സിറാത്ത എന്നുള്ളിടത്ത് റായിന്റെ ശേഷം അലിഫുണ്ട്, എഴുത്തിലുണ്ട്, അതാണ് അർജഹ്. വൽ മഷഹൂറു, മഷഹൂർ എന്താണ്? സുബൂത്തു സാലിസത്തീന ബൽ ഇഖ്തല കലാമു ബാലിഹിം അന്നഫു മുത്തഫഖുൻ അലൈഹി. മഷഹൂർ എന്ന് പറയുമ്പോ അതിന്റെ എതിരിലൊരു അഭിപ്രായം ഉണ്ടെന്ന് വരുമല്ലോ, മഷഹൂർ അല്ലാത്തൊരഭിപ്രായം. പക്ഷെ ചിലർ പറഞ്ഞനുസരിച്ച് അങ്ങനെ മഷഹൂർ അല്ലാത്ത അഭിപ്രായമില്ല, മഷഹൂർ മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണ് ബലിക്തല കലാമു ബാലിഹിം അന്നഹു മുത്തഫഖുൻ അലൈഹി. മഷൂർ എന്ന് പറഞ്ഞ അഭിപ്രായം മുത്തഫഖുൻ അലൈഹി ആണ്, ഖിലാഫില്ല എന്ന് ചിലവർ പറഞ്ഞിട്ടുണ്ട്. ചിലരുടെ കലാം അങ്ങനെ തേടുന്നുണ്ട്. ഏതായാലും മഷൂർ സുബൂത്തു സാലിദത്തി 3ാമത്തെ അലിഫ് എന്ന് പറഞ്ഞാൽ വലല്ലാലീൻ എന്നുള്ള ആ ലാലീൻ എന്നതിൽ അതിന്റെ ശേഷമുള്ള അലിഫും സാബിത്താവുക, എഴുത്തിൽ ഉണ്ടായിരിക്കുക എന്നതാണ് മഷഹൂർ. പിന്നെ വഹീനൈദിൻ ഇത്തജഹ മാ ദക്കറഹുൽ അസ്നവിയ്യു. അപ്പൊ ഇമാം അസ്നവി പറഞ്ഞ് ശരിയായി, 151 തന്നെ. പിന്നെ ഖൗലു ശൈഖിന ബിൽ ഇബ്തിദാഇ ഇലാ ആഖിരിഹി, അവിടെ വൽഹഖു എന്ന് പറഞ്ഞെടുത്ത് ബിൽ ഇബ്തിദാഇ ബി അലിഫാത്തിൽ വസ്ലി എന്ന് പറഞ്ഞില്ലേ. പിന്നെ ബി അലിഫാത്തിൽ വസ്ലി, ആ ബില്ലി ബിത്തിദായി ബി അലിഫാത്തിൽ വസ്ലി, ആ വസ്ലിന്റെ അലിഫ് കൊണ്ട് തുടങ്ങുമ്പോ 138 എന്ന് പറഞ്ഞ വലിയ. പിന്നെ അത് 138 മാത്രല്ല, അത് ഇമാസ്നവി പറഞ്ഞെടുത്തു എന്താകണോ? വസ്ലിന്റെ അലിഫ് കൊണ്ട് തുടങ്ങിയാൽ 151 ആകുക. അത് ആ ശൈഖുനാന്റെ ഖൗല് ലാ യഖ്തസ്സു ബിൽ ഹഖ്ഖില്ലദീ ദക്കറഹു,
ഷെയ്ഖുന പറഞ്ഞ ആ ഹക്കിനോട് ഖാസല്ല. പിന്നെ അതുകൊണ്ട് തുടങ്ങണം എന്ന് പറഞ്ഞത് അവിടെ മാത്രമല്ല, അത് ഹസനവി ഇമാം പറഞ്ഞതനുസരിച്ച് 151 എന്ന് പറയുമ്പോഴും ആ അലിഫോട് കൂടെയാണ്. ബൽ ഏത്തി ആ കൗല് വരുന്നതാണ്. ഏത് ബില്ലിബിത്തിദായി എന്ന ബി അലിഫാത്തിൽ വസലി എന്ന് പറഞ്ഞ കൗല് വരുന്നതാണ്. അല കലാമിൽ ഇസ്നവി റഹിമഹുല്ല ഐലൻ, ആ ഹക്കിൽ വരും പോലെ തന്നെ ഇതിലും വരും. നളറൻ ലി സുബൂത്തിഹ ഫിർ റസ്മി, ഏതുവെള്ള നോക്കിയിട്ട് ആ വസിലിന്റെ അലിഫുകൾ, സുബൂത്തിഹ എന്ന് പറഞ്ഞാൽ അലിഫാത്തുൽ വസിൽ സാബിത്താണ് ഫിർ റസ്മി, എഴുത്തിലുണ്ട് എന്നുവെള്ള നോക്കിയിട്ട് എന്ന് പറഞ്ഞിട്ട് ഹാദ ഇത് പിടിച്ചോന്നാ, ഖുദ് ഹാദാന്ന ഇത് മനസ്സിലാക്കിക്കോ. എന്നിട്ട് പിന്നെ പറയുന്നു വഅതിബാറുർ റസ്മി ഫീമാ നഹ്നു ഫീഹി ലാ വജ്ഹ ലഹു. കണ്ടോ, ഇവരിപ്പോ രണ്ടു കൂട്ടരും എണ്ണിയത് എങ്ങനെ നോക്കിയിട്ടാ? എഴുത്ത് പരിഗണിച്ചിട്ടാ. അപ്പൊ അതിനാണ് ഇമാം പറഞ്ഞത് എന്താണ് മുഷ്കിലാണെന്ന് പറഞ്ഞത്. പിന്നെ ഷെയ്ഖ് സക്കരിയ അൽ അൻസാരി റഹിമഹുല്ല 3 കുറച്ചെങ്കിൽ അത് ശരിയാവൂല എന്ന് ഇപ്പൊ പറയുകയും ചെയ്തു. ഇത് രണ്ടും എങ്ങനെയാണ്? എഴുത്തുള്ള നോക്കിയതാണ്. ഇവിടെ എഴുത്ത് തീരെ ശരിയാവൂല. ലാ വജ്ഹ ലഹു അത് പരിഗണിക്കല. ഇനി യാതൊരു ന്യായമല്ല. കാരണം അന്ന കലാമന അത് നമ്മൾ ഈ മസല പറയുന്നത് ഫി ഖിറാഅത്തി അഹ്റുഫിൻ ബദല അഹ്റുഫിൻ, അക്ഷരങ്ങൾ ഓതുക മറ്റ് ചില അക്ഷരങ്ങൾക്ക് പകരം. എങ്ങനത്തെ അക്ഷരങ്ങളാണ്? അജസ അൻഹ, ഇതിനെത്തൊട്ട് ഇവൻ അജിസായി. അപ്പൊ ഫാത്തിഹന്റെ ആയത്തുകൾ ഉൾക്കൊള്ളുന്ന അക്ഷരങ്ങൾ ഇവൻ അറിയാത്തത് കൊണ്ട് അതിന് പകരം എന്താകണം? വേറെ ആയത്തോതണോ അല്ലെ വേറെ ദിക്ർ ചെല്ലണം, ദ്വാരക്കണം എന്നാ പറയുന്നത്. അപ്പൊ അതും അക്ഷരം തന്നെയാണ്. അപ്പൊ അക്ഷരങ്ങൾക്ക് പകരം അക്ഷരങ്ങൾ ഓതുക എന്നുള്ളതാണ്, പാരായണം ചെയ്യുക എന്നുള്ളതാണ്. വദാലിക ഇന്നമാ യുനാത്തു ബിൽ മൽഫൂലി, ആ ഖിറാഅത്ത്, ദാലിക എന്ന് പറഞ്ഞാൽ ഖിറാഅത്ത് ബന്ധപ്പെടുന്നു. ഇന്നമാ യുനാത്തു അത് ബന്ധിക്കപ്പെടും ബിൽ മൽഫൂലി ഉച്ചാരണവുമായി ബന്ധപ്പെട്ടതാണ്, ഉച്ചരിക്കുന്നതുമായി ബന്ധപ്പെട്ടതാണ്. ദൂനൽ മർസൂമി എഴുതിയതുമായി ബന്ധപ്പെട്ടതല്ല. കാരണം എന്താ? അന്നഹും യർസുമൂന മാ ലാ യുതലഫ്ഫളു ബിഹി, കാരണം അവരെഴുതും. അറബിയിൽ പലപ്പോഴും എഴുതും. അറബി ഖത്തിലുണ്ടല്ലോ ഉലായിക്ക എന്നൊക്കെ ഉള്ളിടത്ത് വാവുക്കെട്ട എഴുതുക. മാലാ യുതലഫ്ഫളു ബിഹി ഉച്ചരിക്കാത്തത് ചിലപ്പോൾ എഴുതും. അന്നഹും യർസുമൂൻ അവരെഴുതും. മാലാ യുതലഫ്ഫളു ബിഹി തലഫുദ് ഇല്ലാത്ത ഒന്ന്. വാക്സുഹു പിന്നെ അതിന്റെ അക്സും ഉണ്ടാവും. വാക്സുഹു അതിന്റെ അക്സും ഉണ്ടാകുമെന്ന് പറഞ്ഞാല് അവരെന്താണ് ഉച്ചരിക്കുമ്പോൾ എഴുതാത്തത് അല്ല, എഴുതാത്ത ഉച്ചരിക്കുകയും ചെയ്യും. ലിഅന്നഹും യർസുമൂന മാലാ യുതലഫ്ഫളു ബിഹി വഅക്സുഹു എന്ന് പറഞ്ഞാൽ വയഫ്അലൂന അക്സഹു എന്നർത്ഥം അല്ലേ. പിന്നെ വയഫ്അലൂന അല്ലെ വയഖഉ അക്സുഹു എന്നാക്കേണ്ടി വരും. എന്തോ ഒരു ഫീലാണ് സങ്കല്പിക്കണം. അപ്പൊ അക്സഹു അക്സുഹു രണ്ടും വായിക്കാം. ലി ഹിക്കമിൻ ദക്കറുഹ അവരിങ്ങനെ എഴുതാത്ത ഉച്ചരിക്കുകയും ഉച്ചരിക്കാത്ത എഴുതുകയും ചെയ്യുന്നതിന് ചില ഹിക്മത്തുകൾക്ക് വേണ്ടിയാണ്, ചില യുക്തികൾക്ക് വേണ്ടിയാണ്. ദക്കറുഹ അവരതിനെ പറഞ്ഞിട്ടുണ്ട്. അതിന് എന്താണ് ആ ഹത്തിന്റെ നിയമങ്ങളിൽ കിതാബുകൾ പറഞ്ഞിട്ടുണ്ട്. അല അന്നഹ ഗൈറു മുത്തരിദത്തിൻ, അതിനും പുറമെ ഈ പറഞ്ഞ ഹിക്മത്തുകൾ മുത്തരിദത്തല്ല എന്ന് പറഞ്ഞാൽ എല്ലാ സ്ഥലത്തും അങ്ങനെ ഉണ്ടായിക്കോണമെന്നില്ല. ആ ഹിക്മത്തുള്ള എല്ലാ സ്ഥലത്തും എന്താണ് അങ്ങനെ തന്നെ പിന്നെ എഴുതാത്തത് ഉച്ചരിക്കുക ഉച്ചരിക്കാത്തത് എഴുതുക അങ്ങനെ ഇല്ല. ഇവിടെ അങ്ങനെ ഉണ്ട് എന്നേ ഉള്ളൂ. ഇതിലുള്ളടത്തെല്ലാം അങ്ങനെ വേണം എന്നില്ല. ഗൈറു മുത്തരിദത്തിൻ വലുതാക്കാലു, അതുകൊണ്ട് തന്നെ അയിമത്ത് പറഞ്ഞു മുത്തരിദല്ലാത്തതുകൊണ്ട് തന്നെ ഖത്താനി ലാ യുഖാസു അലൈഹിമ കണ്ടോ, രണ്ട് ലിപി അതിന്റെ മേൽ ഖിയാസാക്കൂല. മുത്തരിദാണ് ഖിയാസാക്കായിരുന്നു, മുത്തരിദല്ലാത്തതുകൊണ്ട് ഖിയാസാക്കൂല. ഏതാണത്? ഖത്തുൽ മുസഹഫിൽ ഇമാം. മുസഹഫുൽ ഇമാം എന്ന് പറഞ്ഞാല് ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിന്റെ മുസഹഫിനാണല്ലോ അൽ മുസഹഫുൽ ഇമാം, ഇമാമായ മുസഹഫിന്റെ ഖത്ത്. ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു സ്വന്തം എന്താണ് സ്വന്തം സൂക്ഷിച്ച പകർത്തി എഴുതിയല്ലോ. ഹഫ്സ റളിയല്ലാഹു അൻഹയുടെ അടുക്കൽ നിന്ന് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ജമ്മി ചെയ്ത മുസാഫ് കൊണ്ടുവരിച്ചിട്ട് അതിൽ നിന്ന് പകർത്തി എഴുതി 5 കോപ്പി. ഒന്ന് എന്താണ് ഉസ്മാൻ റളിയല്ലാഹു അൻഹു സ്വന്തം പാരായണം ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിച്ചിട്ടുണ്ട്. ആ മുസാഫ എന്ന് പറയുന്നുണ്ട്. എന്ത് സമർക്കന്ദിലെ മ്യൂസിയത്തിലൊരു മുസാഫുണ്ട്, അതാണെന്ന് അവർ പറയുന്നത്. ഉസ്മാൻ റളിയല്ലാഹു അൻഹു എന്താണ് വഫാത്ത ഷഹീദാകുന്ന സമയത്ത്
അവിടെ അക്രമികളുടെ ആക്രമണത്തിൽ ആണല്ലോ ഷഹീദായത്. അപ്പോൾ ആ ശരീരത്തിലേറ്റ മുറിവ്, അതിൽ നിന്ന് രക്തം ഒലിച്ച് വീണത് അവിടെ ഫസയക്ഫീക്കഹുമുള്ള എന്ന് പറഞ്ഞ ആയത്തിന്റെ അവിടെയാണ് എന്ന് ഒക്കെ. ആ പിന്നെ രക്തത്തിന്റെ കറയൊക്കെ ആ മുസാഫിൽ ഉണ്ട് എന്നാണ് അവർ പറയുന്നത്. അവിടെ തുറന്നു വെച്ചത് ആ പേജല്ല, വേറെ പേജാണ്. അവിടെ ആ ലൈബ്രറിയിലെ ആളിനോട് ചോദിച്ചപ്പോൾ അയാൾ കണ്ടിട്ടുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. പിന്നെ അപ്പൊ ആ മുസാഫുൽ ഇമാം അതിന്റെ ഖത്ത് അതിന് ഖിയാസാക്കൂല. ഖത്തുൽ ഉറൂദിയീൻ പിന്നെ എന്ന പോലെ ഖത്തുൽ അറൂദിയീൻ, ഇൽമുൽ അറൂദിന്റെ ഖത്തും ഇൽമുൽ അറൂദിന്റെ ഇമാമിങ്ങളെ ഖത്ത്, അവർ ഈ ബെയ്ത്ത് എഴുതുന്ന ഖത്തുണ്ടല്ലോ, അതിനെയും ഖിയാസാക്കൂല. അവരെന്താക്കും, അവർ ഈ ബെയ്ത്തിന്റെ ലറൂറത്തിന് വേണ്ടി എന്താക്കും, അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കൂട്ടുകയും കുറക്കുകയൊക്കെ ചെയ്യും. വസലിന്റെ ഹംസ ഖത്തുവിന്റെ ആക്കും, ഖത്തുവിന്റെ വസലിന്റെ ആക്കും, ഇങ്ങനെയൊക്കെ എന്താണ്. അപ്പൊ അതിനനുസരിച്ച് എഴുത്തിലും ചെറിയ വ്യത്യാസങ്ങൾ ഉണ്ടാവും. അപ്പൊ അതുകൊണ്ട് എന്താവും, പിന്നെ അതിന്റെ മേലും ഖിയാസാക്കൂല എന്ന. ഫസ്തിലാഹു അഹ്ലുർ റസ്മി ലാ യുവാഫിഖുൽ ലഫ്ളൽ മനൂത്തത ബിഹിൽ ഖിറാഅത്തു ബിവജ്ഹിൻ. അപ്പൊ അതുകൊണ്ട് അഹ്ലുർ റസ്മിന്റെ ലിപി, അതിന്റെ ഇമാമിങ്ങളുടെ ഇസ്തിലാഹ്, അതിന്റെ ഉലമാഇന്റെ ഇസ്തിലാഹ് ലാ യുവാഫിഖു, ആ ഇസ്തിലാഹ് യോജിക്കൂല, അൽ ലഫ്ള, ലഫ്ളിനോട് യോജിക്കൂല, അൽ മനൂത്തത ബിഹിൽ ഖിറാഅത്തു, ഖിറാഅത്ത് അതിനോടാണ് ബന്ധിപ്പിക്കപ്പെടുന്നത്. ബിവജ്ഹിൻ, ഖിറാഅത്ത് ലഫ്ളിനോടാണ് ബന്ധിക്കുന്നത്, ഉച്ചാരണത്തിനോട്, അതിനോട് ലിപിൽ യോജിക്കൂല. ബിവജ്ഹിൻ, ഒരു നിലയ്ക്കും യോജിക്കൂല എന്ന. പിന്നെ ഫൽ ഹഖുല്ലദീ ലാ മഹീസാൻഹു, അപ്പോ തെറ്റാൻ മാർഗമില്ലാത്ത ഹക്ക് എന്താണ്, ഇഅ്തിബാറുൽ ലഫ്ളി, ഉച്ചാരണം പരിഗണിക്കണം, റസ്മു പരിഗണിച്ച, എഴുത്ത് ലിപി പരിഗണിച്ചാൽ പറ്റൂല. ഫഅലൈഹി ഫഹൽ തുഅ്തബറു അലിഫാത്തുൽ വസ്ലി, അതാണ് ഹക്ക് എന്ന് പറയുമ്പോൾ ആ ഹക്കിന്റെ മേലെടുത്താൽ വസലിന്റെ അലിഫുകൾ പരിഗണിക്കപ്പെടുമോ? എന്തിനീ പകരാക്ഷരം ഇടുമ്പോഴേ വസലിന്റെ അലിഫ് പരിഗണിക്കപ്പെടുമോ? നദറൻ ഇലാ അന്നഹു ഖദ് യുത്തലഫ്ഫളു ബിഹാ ഫീ ഹാലത്തിൽ ഇബ്തിദാഇ, ഇബ്തിദാഇന്റെ ഹാലത്തിൽ ആ അലിഫാത്തുകൾ ഉച്ചരിക്കപ്പെടും ചിലപ്പോ. അത് യുത്തലഫ്ഫളു ബിഹാ ഫീ ഹാലത്തിൽ ഇബ്തിദാഇ, അത് ചിലപ്പോ ഉച്ചരിക്കും എന്നുള്ള കഥ യുത്തലഫ്ഫളു, അതിന്റെ വിശദീകരണമാണ് ഹാലത്തുൽ ഇബ്തിദാഇൽ എപ്പോഴും ഉച്ചരിക്കും, പിന്നെ വസലിന്റെ അവസരത്തിൽ ഉച്ചരിക്കുകയില്ല. ഇത് നോക്കിയിട്ട് എന്താക്കും, വസലിന്റെ അലിഫ് ഇഅ്തിബാർ ചെയ്യുവോ? ഔല, അല്ല പരിഗണിക്കൂലേ? ലിഅന്നഹ മഹ്ദൂഫത്തുൻ മിനൽ ലഫ്ളി ഗാലിബൻ, കാരണം അധിക സമയത്തും ലഫ്ളിൽ അത് കളയുന്നതാണ്. അധിക സമയം ലഫ്ളിൽ നിന്ന് കളയും, അപ്പൊ അതുകൊണ്ട് അത് പരിഗണിക്കൂലേ എന്നാണ്. അപ്പൊ അവിടെ ഇത് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അതാണ് നേരത്തെ പറഞ്ഞത് അലിഫാത്തിൽ വസ്ലി എന്ന് പറഞ്ഞത് കാഫ് ഇസ്തിഖ്സായി ആണ്, വേറെ തംസീലല്ല, വേറെ അങ്ങനത്തെ ഇല്ല. ചില ഹാലത്തിൽ മാത്രം ഉച്ചരിക്കുന്ന മാത്രമേ ഉള്ളൂ ഫാത്തിഹയില്. ഇവിടെ ഒന്നല്ലേ പറഞ്ഞിട്ടുള്ളൂ. കുല്ലും മുഹ്തമിലുൻ, രണ്ടും എന്താണ്, ഇഹ്തിമാലിനെ സ്വീകരിക്കുന്നു. രണ്ടും ഇഹ്തിമാലുണ്ട്. കുല്ലും മുഹ്തമലുൻ എന്ന് മീമിന് ഫത്തഹായിട്ടാണ് എന്ത് ചെയ്തത് ഇവിടെ ഷെയ്ഖ് അൻവർ ഈ ഫത്തഹിട്ടിട്ടുണ്ട്, അതല്ല. കുല്ലും മുഹ്തമലുൻ എന്ന് പറയും, കുല്ലും മുഹ്തമിലുൻ. പിന്നെ വല്ലവ്വലു ഔജഹു, എന്നാല് ഒന്നാമത്തതാണ് ഔജഹ്. അപ്പൊ എന്താണ്, പരിഗണിക്കും തന്നെ. പിന്നെ ഫയജിബു, അപ്പൊ നിർബന്ധമാണ്. അപ്പൊ എത്ര അക്ഷരം വേണം? മിയത്തും വസബഅത്തും വഅർബഊന, അപ്പൊ 147 അക്ഷരം വേണം. ഹർഫൻ ഗൈറു ശദ്ദാത്തിൽ 14, 14 ഷദ് കൂടാതെ 147 അക്ഷരം വേണം. ഈ പകരം കൊണ്ടുവരുന്ന ആയത്തിലും പകരം കൊണ്ടുവരുന്ന ദിക്റിലും. ഫൽ ജുംലത്തു, അപ്പോ ഈ ഷദ്ദും വേണമെന്ന് പറഞ്ഞില്ലേ, അപ്പൊ ഷദ്ദും കൂടെ കൂട്ടിയാലോ? ഫൽ ജുംലത്തു, അപ്പൊ ടോട്ടൽ മൊത്തത്തിൽ എത്ര വേണം? മിയത്തും വാഹിദും വസിത്തൂന, 161 അക്ഷരം വേണം അല്ലെ. 147 കൂടെ 14 കൂട്ടിയാൽ 161, സിത്തൂന ഹർഫൻ 161. 147 കൂടെ 14 കൂടെ കൂട്ടുമ്പോൾ 161 അക്ഷരം വേണം. അപ്പൊ 161 അക്ഷരം വേണം. അങ്ങനെയാണ്. ഫൈൻ കുൽത്ത, അപ്പം നീ പറഞ്ഞാൽ യൽസമു അലാ ഫർളി ഷദ്ദാത്തി കദാലിക, ഷദ്ദുകളെ ഇങ്ങനെ കൂട്ടുമ്പോ അതിന്റെ മേൽ നിർബന്ധാവുമല്ലോ. അദ്ദുൽ ഹർഫിൽ വാഹിദി മറത്തൈനി, ഒരക്ഷണത്തിന് 2 വട്ടം എണ്ണുക എന്നുള്ളത് നിർബന്ധാവുമല്ലോ എന്നാ. കാരണം എന്താ ഒരക്ഷരത്തിന് 2 വട്ടം എണ്ണുക എന്ന് പറഞ്ഞത്? ലിഅന്ന ലാമ അർറഹ്മാൻ, അർറഹ്മാൻ എന്ന് പറഞ്ഞാൽ ലാമ് മസലൻ, അത് ഹുസിബത്ത് വഹദഹ, അത് അൽ റഹ്മാൻ എന്നാക്കിയിട്ട് എന്താക്കി?
ലാമിനെ ഒന്ന് കൂട്ടി. പിന്നെ ഹുസിബത്ത് വഹദഹ അതൊന്ന് കൂട്ടി. അപ്പൊ ഒരു റാവും ഒരു ലാമും. പിന്നെ സുമ്മ ഹുസിബത്ത വാഹിദത്തം ബിശ്ശദ്ദത്തി, പിന്നെ അത് രണ്ടും കൂടി ഒന്നായിട്ട് കൂട്ടി. എവിടെ? ഷദ്ദിൽ അത് രണ്ടും കൂടി ഒന്നായി. അപ്പൊ 3 അക്ഷര. ലാമും റാവും കൂടെ കൂട്ടുമ്പോ മൊത്തത്തിൽ 3 അക്ഷരാണ്. അങ്ങനെ അപ്പൊ ഒന്നിനെന്താക്കി? ഒരക്ഷരം 2 വട്ടം എണ്ണൽ വരുന്നല്ലോ എന്നാ. ശബ്ദത്തില് ഒന്നായപ്പോ ഖുൽതു അൽ മുംതനിഉ ഹിസാബുഹു മറത്തൈനി മിൻ ജിഹത്തിൻ വാഹിദത്തിൻ വമാ ഹുനാ ലൈസ കദാലിക. പിന്നെ അപ്പൊ അങ്ങനെ എന്താണ്? ആ ഷദ്ദിന്റെ പേരിൽ ഒരക്ഷരം ആയിട്ടും കൂടെ കൂട്ടുന്നർത്ഥം. അർറഹ് ലാമ് റാഗ് അല്ലാതെ ഒരു ഷദ്ദും ഉണ്ടല്ലോ അവിടെ. അപ്പൊ അങ്ങനെ കുൽത്തു. അപ്പൊ ഇത് കുഴപ്പമില്ല. അൽ മുംതനിഉ ഹിസാബുഹു മറത്തൈനി മിൻ ജിഹത്തിൻ വാഹിദത്തിൻ വമാ ഹുനാ ലൈസ കദാലിക. ഒരേ പരിഗണനയിൽ ഒരേ എന്താണ് നിലക്ക് 2 വട്ടം ഒരക്ഷരം എണ്ണലാണ് പാടില്ലാത്തത്. എന്നാലോ ഇവിടെ ഉള്ളത് അങ്ങനല്ല. കാരണം എന്താ? അന്നഹുമാ ഹുസിബത്ത അവ്വല, ഈ ലാമുറാവ് ആദ്യം എണ്ണപ്പെട്ടു. അവ്വലൻ ആദ്യം നളറൻലി അസിലിൽ ഫക്കി, ഫക്ക് എന്ന ഫക്കുൽ ഇദ്ഗാം, ഇദ്ഗാമില്ല എന്നുള്ള അസിലുകളെ നോക്കിയിട്ട് ലാമുറാവാണ്. അപ്പൊ സാനിയൻ രണ്ടാമത് എന്താണ്? അത് എണ്ണപ്പെട്ടു. നളറൻ, പിന്നെ ആ 2 അക്ഷരവും എണ്ണപ്പെട്ടു. നളറൻലി ആരിലിൽ ഇദ്ഗാമി, ഇദ്ഗാമ് എന്ന ആരിൽ നോക്കിയിട്ട് അക്ഷരമായി എണ്ണി എന്നാ. കമാ ഹുസിബത്ത്, പിന്നെ ഏതുപോലെയാണത്? ലിഅന്നഹുമാ ഹുസിബത്ത എന്ന് പറഞ്ഞതിന്റെ മേലെ എത്തുക. അപ്പോ വമാ ഹുനാ ലൈസ കദാലിക എന്ന് പറഞ്ഞിട്ട് ലിഅന്നഹുമാ എന്ന് പറഞ്ഞ് കമാ ഹുസിബത്ത് അലിഫാത്തുൽ വസ്ലി, അത് ഏതുപോലെ? വസ്ലിന്റെ അലിഫുകൾ എണ്ണിയതുപോലെ. നളറൻ ലി ബഅലിൽ ഹാലാത്തി, ചില ഹാലത്തുകളെ നോക്കിയിട്ട്. ശരിക്കും അത് ഉച്ചരിക്കുന്നില്ലല്ലോ എല്ലാ ഹാലത്തിലും. ആലിബിലും ഉച്ചരിക്കാതിരിക്കാന്ന് തന്നെ പറഞ്ഞ. എന്നിട്ട് ഫക്കദാ ഹാദിഹി, അപ്പൊ അതുപോലെ തന്നെയാണ് ഇതും. ഈ എണ്ണല് ബഅദുൽ ഹാലാത്ത് ഉള്ള നോക്കിയിട്ടാണ്. ഫതഅമ്മൽ ദാലിക ഫഇന്നഹു മുഹിമ്മുൻ എന്ന് പറഞ്ഞു. പിന്നെ ഇനി ഫിൽ അസഹി. അപ്പൊ ഇത് എണ്ണം കുറയരുത് എന്ന് പറഞ്ഞത് അസഹാണ്. എണ്ണം കുറയൽ ജായിസല്ല എന്ന് പറഞ്ഞാൽ അസഹും സാനിയായ ഖിലാഫുണ്ട്. അസഹാണ്. കമാലായ ജുസുൻ നഖ്സുൻ ആയാത്തിഹ, അത് എന്തിന്റെ മേൽ ഖിയാസ? ആയത്തിനെ തൊട്ട് കുറയാൻ പാടില്ല എന്നല്ലേ. അപ്പൊ ഫാത്തിഹന്റെ ആയത്തുകളെ തൊട്ട് നഖ്സ് പാടില്ലാത്ത പോലെ തന്നെ അക്ഷരങ്ങളെ തൊട്ടും പാടില്ല. ആയത്തുകളെ തൊട്ട് പാടില്ല എന്ന് പറയാൻ കാരണം പിന്നെ നേരത്തെ പറഞ്ഞല്ലോ 7 ആയത്ത് വേണം, അല്ലെങ്കിൽ ദിക്റ് 7 എണ്ണം ആകണം. അതിന് നമ്മള് പിന്നെ ഹദീസും പറഞ്ഞു. അതിനു മുമ്പ് അത് നൗ ആണ് എന്ന് പറഞ്ഞു അല്ലെ. അപ്പൊ പറഞ്ഞു വൈന്നമാ അജിസ. അപ്പൊ അങ്ങനെ ആകുമ്പോ വേറൊരു വിഷയം, വൈന്നമാ അജിസ ഖളാഉ യൗമിൻ ഖസീരിൻ അൻ തവീലിൻ ലിയുസ്രി റിആയത്തിൽ മുമാദലത്തി ബിൽ അയ്യാമി. അതായത് റമളാൻ നോമ്പ് ഖളാ ആയാല് ചിലപ്പോൾ എന്താണ് 13 മണിക്കൂറൊക്കെ പകലുണ്ടാവും. ചില നാട്ടിൽ 14-15 മണിക്കൂറൊക്കെ പകലുണ്ടാകുന്ന സമയമുണ്ട്. എന്നിട്ട് അത് തിരിച്ചു വരുമ്പോ 9 മണിക്കൂറും 8 മണിക്കൂറും ഒക്കെ പകലുണ്ടാകുന്ന, അല്ലെ 10 മണിക്കൂർ പകലാകുന്ന സമയമുണ്ട്. അപ്പൊ ഈ
13 മണിക്കൂർ 14 മണിക്കൂർ പകലുള്ള സമയത്ത് ഖളാ ആയ നോമ്പ് 10 മണിക്കൂർ അല്ലെ 11 മണിക്കൂർ പകലുള്ള സമയത്ത് ഖളാ വീട്ടിയാൽ മതിയാവുന്ന. അപ്പൊ അതെന്താ അങ്ങനെ? മുമാസലത്ത് വേണ്ടേ? അവിടെ ഖളാ ആയ സമയത്ത് എത്ര മണിക്കൂർ ഉണ്ടായിരുന്നോ അത്രയും മണിക്കൂറുള്ള ദിവസം തന്നെ ഖളാ വീട്ടണം എന്ന് പറയണ്ടേന്ന്. അത് വേണ്ട. അത് കാരണം എന്താ? അത് മുമാസലത്ത് പരിഗണിക്കൽ പ്രയാസമായതുകൊണ്ടാ. വൈന്നമാജ മതിയായി ഖളാ യൗമിൻ കസീരിൻ, കസീറായ യൗമ് അന്ന് നോമ്പ് ഖളാ വീട്ടുക. തവീലായ യൗമിനെ തൊട്ട് ഖളാ വീട്ടൽ മതിയാവും. അതെന്തുകൊണ്ടാണ്? യസ്രി റിയായത്തിൽ മുമാസലത്ത് ബിൽ അയ്യാമി, ദിവസങ്ങളിൽ മുമാസലത്ത് പരിഗണിക്കൽ പ്രയാസമായതുകൊണ്ടാണ്. വസ്തുഷ്കില ഖത്ഉഹും ബി വുജൂബി സബഇ ഫിൽ ബദലി ദൂന അദദിൽ ഹുറൂഫി. പിന്നെ 7 നിർബന്ധമാണ് എന്ന് പറഞ്ഞത് ഖത്ത് ആണല്ലോ, അവിടെ ഖിലാഫില്ല. വസ്തുഷ്കില ഖത്ഉഹും ഖിലാഫില്ല. ബി വുജൂബി സബഇ 7 ആയത്ത് നിർബന്ധമാണ്. ഫിൽ ബദലി പകരാവുമ്പോ 7 ആയത്തല്ല 7 ദിക്ർ, അവിടെ ഖിലാഫില്ല. ദൂന അദദിൽ ഹുറൂഫി, ഹുറൂഫിന്റെ അദദുകളെ കൂടാതെ അവിടെ ഖത്ഇല്ല, അവിടെ അസലും സാനിയായ ഖിലാഫാണുള്ളത് അല്ലെ. അപ്പോ 7 വേണം, ആയത്ത് വേണം, അല്ലെ 7 ദിക്ർ വേണം എന്നുള്ളതിൽ ഖിലാഫുമില്ല. അക്ഷരം കുറയരുത് എന്ന് പറഞ്ഞത് ഖിലാഫുണ്ട്. ഇത് ഇഷ്കാലാവുമല്ലോ എന്നാ. മാന്നഹൽ മഖ്സൂദത്തു ബിസ് സവാബി, എന്തോ ഇഷ്കാലാകാൻ കാരണം സവാബ് കൊണ്ട് മഖ്സൂദ് അക്ഷരല്ലേ, ഓരോ അക്ഷരത്തിനല്ലേ സവാബ്, ആയത്തിനല്ലല്ലോ. അപ്പൊ അവിടെ അല്ലേ ശരിക്കും എന്തുണ്ടാകാൻ ഖിലാഫ് ഇല്ലാതിരിക്കേണ്ടത്? അക്ഷരത്തിനോടൊക്കണം എന്ന് ഖിലാഫില്ലാതിരിക്കുക. 7 ആയത്തില്ലേലും കുഴപ്പമില്ല, 5 ആയത്തായാലും മതി, അക്ഷരം ഉണ്ടായാൽ മതി, അങ്ങനല്ലേ വരേണ്ടത്. ഒയ്ജാബു അതിന് മറുപടി അന്ന ഹുസൂസ കൗനിഹ സബഅൻ, ഈ ആയത്ത് ഫാത്തിഹ 7 എന്നുള്ളത് വഖഅത്തിൽ മിന്നത്തു ബിഹി, അതുകൊണ്ട് അല്ലാഹു തആല മിന്നത്ത് പറഞ്ഞിട്ടുണ്ട്. വസ്സബഇൽ മസാനി എന്ന് തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ, മിന്നത്തായി പറഞ്ഞതാ. കമാമറ മുമ്പ് കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ബിഖിലാഫി ഖുസൂസി അദദി ഹുറൂഫിഹ, അതിന്റെ ഹർഫുകളുടെ അദദിനെ കുറിച്ച് എന്ത് വന്നിട്ടില്ല, അങ്ങനെ മിന്നത്ത് പറയൽ വന്നിട്ടില്ല. അപ്പൊ മിന്നത്ത് പറഞ്ഞപ്പോ അതിന് പരിഗണന കൂടുതലാണെന്ന് വന്നല്ലോ. അപ്പൊ കാനത്ത് ഇനായത്തുഹും ബിദാക അഖ്വാ, അപ്പൊ അതുകൊണ്ട് ആ 7 എന്ന് പറഞ്ഞതിനെ പരിഗണിക്കൽ, അയിമ്മത്ത് പരിഗണിക്കലായ അഖ്വാ, അത് ഖുവ്വത്ത് കൂടിയതായി എന്നാ. വൈനാത്തത്തു സവാബി ബിഹാ ലാ തഖ്തസ്സു ബിൽ ഫാത്തിഹത്തി, പിന്നെ ഈ അക്ഷരങ്ങളുമായി പിന്നെ കൂലിക്ക് ബന്ധമുണ്ടാകുക എന്ന് പറഞ്ഞത് അത് ഫാത്തിഹയുമായി ബന്ധപ്പെട്ടത്, ആ പ്രത്യേകമല്ല, അത് എല്ലാത്തിനും ഉള്ളതാ. അപ്പൊ ഫാത്തിഹയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ 7 ആയിരിക്കുക എന്നുള്ളതാണ്. അത് മിന്നത്തായി പറഞ്ഞപ്പോ ആ 7 പ്രത്യേകത ഉണ്ട് എന്ന് വന്നല്ലോ. ഫാത്തിഹയിലെ 7 പ്രത്യേകത ഉണ്ട്. അക്ഷരം ഫാത്തിഹത്തിന്റെ അക്ഷരം കണക്കാക്കിയിട്ട് കൂലി കിട്ടുക എന്നുള്ളത് ഫാത്തിഹന്റെ മാത്രം പ്രത്യേകതയല്ല. അപ്പൊ അതിന്റെ ആ ഗൗരവം കുറഞ്ഞു. ഹഫ അമ്രുഹ, എന്തിന്റെ? ആ ഹുറൂഫിന്റെ അമ്രുഹ, ഹുറൂഫിന്റെ അമ്ര്, അതിന്റെ ഷെയ്ന്, അതിന്റെ കാര്യത്തിന് ഗൗരവം കുറഞ്ഞു, പരിഗണന കുറഞ്ഞു. അപ്പൊ അതാണ് ഇവിടെ ഖിലാഫ് വന്ന, മറ്റൊരു ഖിലാഫ് വരാഞ്ഞത്. വയുസ്തറത്തു അല്ലാ യഖ്സിദ ബിദ്ദിക്രി ഗൈറൽ ബദലിയത്തി, ഇനി കരുതാതിരിക്കണം ദിക്ർ കൊണ്ട് ബദല് അല്ലാത്തതിനെ കരുതാതിരിക്കണം. വലോ മാഹ, ആ ബദലീയത്തോട് കൂടെയാണെങ്കിലും, അതായത് 7 ദിക്ർ കൊണ്ടുവരണം എന്ന് പറഞ്ഞല്ലോ. അപ്പൊ ബദല് എന്നതല്ലാതെ മറ്റൊന്നും കരുതാതിരിക്കണം എന്നാ. അപ്പോ ബദല് എന്നതിന്റെ കൂടെ ബദലല്ലാത്തതും കൂടി കരുതിയാലോ അതും പറ്റൂല. അപ്പൊ വലവുമാഹ എന്ന് പറഞ്ഞിട്ട് അതിന്റെ മേൽ തഫ്രിയായി പറയുന്നു ഫലവിഫ്തഹ, അപ്പൊ തുടങ്ങിയാല് ഔ തഅവ്വദ, അല്ല അതെ ഇഫ്തിതാഹ് ദുആഉൽ ഇഫ്തിതാഹ് ഓതി, അല്ല ഇഫ്തിതാഹ് എന്ന് പറഞ്ഞാൽ ദുആഉൽ ഇഫ്തിതാഹ് വജ്ജഹത്തോ മറ്റു ദിക്റൊക്കെ ഓതി. ഔ തഅവ്വദ അല്ലെ അഊദ് ഓതി. എങ്ങനെ? ബി ഖസ്ദി സുന്നത്തി വൽ ബദലി, സുന്നത്തും വിചാരിച്ചു ബദലും വിചാരിച്ചു. ലം യക്ഫി, അത് മതിയാവില്ല. അപ്പൊ ബദലിയത്ത് ഖാലിസായി ഓതണം എന്നർത്ഥം. അപ്പൊ ഇവന് ഫാത്തിഹ ഒന്നും അറിയൂല, വജ്ജഹത്തറിയാം എന്ന പോലെ ഔദ് അറിയാം. അപ്പൊ ഇത് ഓതുമ്പോ അത് സുന്നത്തും ആയിക്കോട്ടെ ബദലും ആയിക്കോട്ടെ എന്ന് വിചാരിച്ചാൽ പറ്റൂല. ലം യക്ഫി, അത് മതിയാവില്ല. അപ്പൊ സുന്നത്ത് കിട്ടാൻ അത് ആദ്യം ഓതണം. അത് കഴിഞ്ഞിട്ട് പിന്നെ എന്ത് ചെയ്യണം? ഫാത്തിഹന്റെ ബദൽ എന്നുള്ള നിലക്ക് പിന്നെ വേറെ ഓതണം. അങ്ങനെ. അപ്പൊ ഇനി അതറിയില്ലെങ്കിലോ
ഇത് ഒന്നും അറിയില്ല, ഖുർആനും അറിയില്ല, ദിക്റും അറിയില്ല, ദുആയും അറിയില്ല, ഒന്നും അറിയില്ല. ഫഇല്ലം യഹ്സിൻ ഷൈഅൻ മിൻ ഖുർആനിൻ വലാ ഗൈരിഹി വഅജസ അനി തഅല്ലുമി, അത് പഠിക്കുന്നതിനെ തൊട്ട് ഇവൻ അശക്തനുമാണ്. വതർജമത്തി ദിക്രി, ദിക്റിനെ തർജമ ചെയ്യുന്നതിനെ തൊട്ടും ദുആയി, ദുആയിനെ തർജമ ചെയ്യുന്നതിനെ തൊട്ടും ആജിസാണ്. നളീറ മാമറ, മുമ്പ് പറഞ്ഞതിന്റെ നളീറായിട്ട്. എന്താണ് വൈൻ ജഹിലൽ ഫാത്തിഹത്ത എന്ന് പറഞ്ഞെടുത്ത് പറഞ്ഞല്ലോ. പിന്നെ അപ്പൊ അതിന്റെ തർജ്ജമയും പറ്റൂല. പിന്നെ ആയത്തറിയെങ്കിൽ അവിടെ തർജ്ജമ പറ്റൂല എന്ന് പറഞ്ഞല്ലോ. അപ്പൊ ഇതിനെ തൊട്ടൊക്കെ ആജിസായാൽ വഖഫ, അവനവിടെ നിൽക്കണം. വുജൂബൻ, വാജിബായി നിൽക്കണം. ഖദറൽ ഫാത്തിഹത്തി, ഫാത്തിഹയുടെ ഖദർ നിൽക്കണം. അപ്പൊ ഫാത്തിഹ അറിയില്ലെങ്കിൽ അതിന്റെ തർജ്ജമ പറ്റൂല എന്ന് പറഞ്ഞ്, ആയത്തറിയില്ല അതിന്റെ തർജ്ജമ പറ്റൂല എന്ന് പറഞ്ഞ്, ഇങ്ങനെ അവസാനം ആ ദിക്ർ അറിയില്ലെങ്കിൽ പിന്നെ ദിക്റിന്റെ തർജ്ജമ, ദുആഇന്റെ തർജ്ജമ, അത് പറ്റുമെങ്കിൽ അത് മതി. അതും പറ്റൂല, അറിയില്ല എന്നുണ്ടെങ്കിൽ പിന്നെ വഖഫ വുജൂബൻ ഖദർ അൽ ഫാത്തിഹത്തീന. അപ്പൊ അജിസ് എന്ന് പറഞ്ഞാൽ വക്തില് അത് ലീക്ക് കൊണ്ട്, അല്ലെ ബലാദത്ത് കൊണ്ട്, അല്ലെങ്കിൽ മുഅല്ലിമ് ഇല്ലാത്തത് കൊണ്ട്, അല്ലെ മുസാഹഫ് ഇല്ലാത്തത് കൊണ്ട്, അത് ആരിയത്താണെങ്കിലും ഉജറത്ത് മിസ്ൽ കൊണ്ടാണെങ്കിലും ഇതൊക്കെയാണല്ലോ നേരത്തെ പറഞ്ഞത് അല്ലെ. പിന്നെ അവിടെ പറഞ്ഞത് വലാ യജൂസു ലഹു അൻ യുതർജിമ അൻഹാ ലിഖൗലിഹി തആല ഇന്നാ അൻസൽനാഹു ഖുർആനൻ അറബിയ്യൻ എന്ന് പറഞ്ഞു. പിന്നെ അവിടെ പറഞ്ഞ തക്ബീറത്തുൽ ഇഹ്റാമും അതല്ലാത്തതിനെ തൊട്ടും, ഖുർആൻ അല്ലാത്തതിനെ തൊട്ട് തർജ്ജമ സാധിക്കുമെങ്കിൽ തർജ്ജമ ചെയ്യണം എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ അവിടെ. ഖുതുബ ഇത്തിയാനും ബിശഹാദത്തൈനി എന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഇവിടെ എന്താണ്, ഈ ദിക്ർ അറിയില്ല, ദിക്റിന്റെ തർജ്ജമ അറിയാം, എന്നാൽ അത് കൊണ്ടുവരണം എന്നല്ലേ വരിക. അതെ. പിന്നെ അല്ലെ ദുആ അറിയില്ല, ദുആന്റെ തർജ്ജമ അറിയാം, അതും അറിയില്ല എന്നുണ്ടെങ്കിലാണ് എന്ത് ചെയ്യേണ്ടത്, അത്രയും സമയം നിൽക്കണം. പിന്നെ വഖഫ വുജൂബൻ ഖദറൽ ഫാത്തിഹത്തി ഫീ ലന്നിഹി. അപ്പോ ഫാത്തിഹന്റെ ഖദർ എന്ന് പറഞ്ഞാൽ ഇവന് ഫാത്തിഹ അറിയാത്തവന് ഫാത്തിഹന്റെ ഖദർ എങ്ങനെ അറിയാ? അതിനെ പറഞ്ഞവന്റെ ലന്നനുസരിച്ച് ഏകദേശം ഐ ബിന്നിസ്ബത്തിൽ സമന് ഖിറാഅത്തിഹൽ മുഅ്തദിലത്തി മിൻ ഗാലിബി അംസാലിഹി, അവന്റെ ലന്നനുസരിച്ചുള്ള ഖദർ എന്ന് പറഞ്ഞാൽ ബിന്നിസ്ബത്തി. ആ ഖദർ ചിലപ്പോൾ പതുക്കെ പോകുന്നവരുണ്ടാവും, സ്പീഡിൽ പോകുന്നവരൊക്കെ ഉണ്ടാവില്ല. അപ്പൊ ഏതാ പരിഗണിക്കാന്നത്? ബിന്നിസ്ബത്തി. ആ ഖദർ എന്താണ്, ആപേക്ഷിക്കാണ്. എന്തപേക്ഷിച്ച്? സമന് ഖിറാഅത്തിഹ, ഫാത്തിഹ ഓതുന്ന സമയം, അൽ മുഅ്തദിലത്തി, മുഅ്തദിലായ ഖിറാഅത്തിന്റെ സമയം, മിൻ ഗാലിബി അംസാലിഹി, ആരിൽ നിന്ന്? ഇവനെ പോലത്തവരുടെ ഗാലിബായവരിൽ നിന്ന്. ഇവനത്തെ പോലത്തെ കുറെ ആൾക്കാരുണ്ടാവുമല്ലോ, അവരിൽ ഗാലിബിൽ നിന്നിട്ടും മുഅ്തദിലായ ഖിറാഅത്തിന്റെ സമയം അനുസരിച്ച് നിൽക്കണം. നളീറ മാമറ ഫീമൻ ഖുലിഖ ബിലാ നഹ്വി മിർഫഖിൻ ഔ ഹഷ്ഫത്തിൻ, ഹഷ്ഫ ഇല്ലാതെ സൃഷ്ടിക്കപ്പെട്ടു അല്ലെങ്കിൽ മിർഫഖ് ഇല്ലാതെ സൃഷ്ടിക്കപ്പെട്ടാല് എന്താ പരിഗണിക്കാന്ന് മുമ്പ് പറഞ്ഞല്ലോ. ഇവന്റെ അംസാലില് ഗാലിബാണ് പരിഗണിക്കുക, അത്രയും കഴുകണം എന്ന് പറഞ്ഞല്ലോ. എന്ന പോലെ അത്രയും കടന്നാൽ കുളി നിർബന്ധാവും എന്ന് പറഞ്ഞ അതാണ് ഇവിടെയും പരിഗണിക്കുക. വാലിക്ക അന്നൽ ഖിറാഅത്ത, അവിടെ അത്രയും സമയം നിൽക്കണം എന്ന് പറയാൻ കാരണം എന്താ? അതിന് തെളിവ് പറയുന്നില്ല. അന്നൽ ഖിറാഅത്ത് വൽ വുഖൂഫ ബി ഖദ്രിഹ കാന വാജിബൈനി, ആ ഖിറാഅത്തും ആ ഖിറാഅത്തിന്റെ സമയം നിൽക്കുക എന്നുള്ളതിന് രണ്ട് വാജിബാണ്. ഫൈദാ തഅസ്സറ അഹദുഹുമാ, അപ്പൊ ആ രണ്ടിൽ നിന്ന് ഒന്ന് ചെയ്യാൻ സാധിക്കാതെ വന്നാൽ ബഖിയൽ ആഖറു, മറ്റേ വാജിബ് ബാക്കി ഉണ്ടാകും. വയൽസമുഹുൽ ഖുഊദു, അവന് ഇരിക്കൽ നിർബന്ധാണ്. ബി ഖദ്രി തശഹുദിൽ അഖീരി, അവസാനത്തെ അത്തഹിയ്യാത്തിന്റെ ഖദർ അനുസരിച്ച് ഇരിക്കൽ നിർബന്ധാണ് അവിടെ. പിന്നെ വയുസന്നു ലഹു, അത്തഹിയ്യാത്ത് ഓതാൻ അറിയില്ലെങ്കിൽ അത്ര സമയം അവിടെ ഇരിക്കണം. വയുസന്നു ലഹു അൽ വുഖൂഹു ബി ഖദ്രി സൂറത്തി വൽ ഖുനൂത്തി, സൂറത്തിന്റെയും ഖുനൂത്തിന്റെയും സമയം നിൽക്കൽ സുന്നത്തിന്റെ, നിർബന്ധമല്ല. അപ്പൊ ഫാത്തിഹന്റെ സമയം നിൽക്കൽ നിർബന്ധം, അത് കഴിഞ്ഞൊരു സൂറത്തിന്റെ അളവ് നിൽക്കൽ സുന്നത്തുണ്ട്. പിന്നെ ഖുനൂത്തിന്റെ അവിടെ നിൽക്കൽ സുന്നത്തുണ്ട്. വൽ ഖുഊദു ബി ഖദ്രി തശഹുദിൽ അവ്വലി, ആദ്യത്തെ തശഹുദിന്റെ കണക്കനുസരിച്ച്
ഇരിക്കലും സുന്നത്തുണ്ട് എന്നാ. പിന്നെ ആദ്യത്തെ തഹിയ്യാത്ത് അതിനു വേണ്ടിയുള്ള ഇരുത്തം സുന്നത്താണല്ലോ. അപ്പൊ ആ ഇരിക്കലും തശഹുദ് അറിയില്ലെങ്കിൽ ഇരിക്കൽ സുന്നത്തുണ്ട്. ഇനി ഫാത്തിഹ കഴിഞ്ഞിട്ട് എന്താണ് ആമീൻ പറയണം എന്നാണ് ഈ പറയുന്നത്.